ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പെർട്ടിക്കുലർലി UPSCക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ എനിക്ക് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ബേസിക് ഫാക്ടുകൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകണമെന്ന് തോന്നി. കാരണം പുതുതായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട് തന്നെ നമ്മൾ പോകണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ് ഈ MG നരേഗ സ്കീം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, 2000 വർഷം വരെ, അതായത് 2000-2001 കാലഘട്ടങ്ങളിൽ വരെ ജോലി ചെയ്യാനായിട്ടുള്ള അവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ 6 ഫണ്ടമെന്റൽ റൈറ്റുകൾ പഠിച്ചു. 7 ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരെണ്ണം പിൻവലിച്ചു എന്ന് പഠിച്ചു. ദെൻ വേറെ എന്താണ്, നമ്മൾ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാനായിട്ടുള്ള അവകാശത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനോ ഏതെങ്കിലും റൈറ്റുകളോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു നിയമം നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ DPSPs ഭാഗം 4-ലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 4, ഭാഗം 3 നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല, മിനിയാന്നത്തെ ക്ലാസ്സിൽ. എന്തായിരുന്നു? നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റുകളാണ്. ദെൻ ഭാഗം 4-ലേക്ക് വരുമ്പോൾ DPSPs, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, നിർദ്ദേശക തത്വങ്ങൾ. ആർക്കുള്ള നിർദ്ദേശം? സ്റ്റേറ്റിനുള്ള നിർദ്ദേശം. അതില് ഈ DPSPസില് 41-ാമത്തെ ആർട്ടിക്കിളാണ് റൈറ്റ് ടു വർക്കിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത്. സോ DPSPs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ബൈൻഡിങ് അല്ല, അല്ലെങ്കിൽ നമുക്ക് DPSPs നമുക്ക് തരാത്തത് കൊണ്ട് നമുക്ക് കോടതിയിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാത്രമാണ്, നിർദ്ദേശക തത്വങ്ങൾ മാത്രമാണ്. ആർട്ടിക്കിൾ 41, DPSPയിലെ ആർട്ടിക്കിൾ 41-ല് എന്താ പറയുന്നത്? റൈറ്റ് ടു വർക്കിന്റെ പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒഫീഷ്യലി ഇന്ത്യയിലെ ഒരു നിയമത്തില് ഈ റൈറ്റ് ടു വർക്ക് ആഡ് ചെയ്യുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധിയുടെ പേരിലാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. നിങ്ങൾക്ക് തൊഴിലിന് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു എന്നാണ് ആര് പറഞ്ഞേ? സർക്കാർ പറഞ്ഞത്. ഓക്കെ, ഇത് 2004 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പ്രൊജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇങ്ങനെ ഒരു ആക്ട് പാസ്സായതും. 2005 മുതൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടപടികൾ തുടങ്ങി. ഓക്കെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയുണ്ട്, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടന. ഓക്കെ, എന്താണ് ഈ ഒരു MG നരേഗയുടെ പ്രത്യേകത? MG നരേഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, റൈറ്റ് ഗ്യാരണ്ടി ചെയ്യുകയാണ്, വർക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഗ്യാരണ്ടി ചെയ്യുകയാണ്. എന്താണ് എലിജിബിലിറ്റി? 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ വർക്ക് തരും, ജോലി തരും. എങ്ങനെയുള്ള വർക്ക്? ടാറ്റ കൺസൾട്ടൻസി സർവീസിലാണോ വർക്ക് കൊടുക്കുന്നത്? അല്ല. എന്തിലാ വർക്ക് കൊടുക്കുന്നത്? വർക്ക് കൊടുക്കുന്നത് നമ്മളുടെ അൺസ്കിൽഡ് ലേബേഴ്സിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. സ്കിൽഡ് ലേബേഴ്സിലല്ല, അൺസ്കിൽഡ് ലേബേഴ്സിലായിരിക്കും ഇവര്, ലേബർ മാർക്കറ്റിലായിരിക്കും ഇവര് വർക്ക് ചെയ്യുന്നത്. 18 വയസ്സ് പൂർത്തിയാക്കുക, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, വർക്ക് ചെയ്യാനായിട്ട് വില്ലിങ് ആയിരിക്കണം. ഓക്കെ, ഇവരെവിടെയാണ് രജിസ്റ്റർ ചെയ്യുക? അവര് ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലാണ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് 10 ദിവസത്തിനുള്ളിൽ, 10 അല്ല, രജിസ്റ്റർ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ ജോലി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ജോലിയില്ലാത്തതിന് കൊടുക്കുന്ന കോമ്പൻസേഷന് നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പൊ ഒരു ചോദ്യമാവാൻ സാധ്യതയുണ്ടോ? ചോദ്യമാവാനായിട്ട് സാധ്യതയുണ്ട്. 15 ദിവസത്തിനുള്ളിൽ എന്തില്ലെങ്കിൽ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലില്ലാ വേതനം കിട്ടും, അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കിട്ടും. എങ്ങനെയാണ്? ആദ്യത്തെ 30 ദിവസമാണെങ്കിൽ 1/4 മിനിമം വേജസിന്റെ 1/4 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ദെൻ എന്താണ്, 30 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ജോലി തരാൻ സർക്കാരിന് പറ്റിയില്ലെങ്കിൽ സർക്കാർ എന്ത് തരും? നിങ്ങൾക്ക് 1/3 ഓഫ് ദ മിനിമം വേജസിന്റെ ഹാഫ്
50% നിങ്ങൾക്ക് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ആയിട്ട് തരും. ഓക്കെ ആണോ? സോ എന്താണ് ഇവർ ഗ്യാരണ്ടി ചെയ്യുന്നത്? ജോബാണ്. എത്ര ദിവസം? എല്ലാ ദിവസവും ഞങ്ങൾ ജോബ് തന്നോളാം എന്ന് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ? മിനിമം 100 ഡേയ്സ് ഓഫ് വർക്ക്. മിനിമം ആണ്, മിനിമം 100 ഡേയ്സ് ഓഫ് വർക്ക്. എത്ര രൂപ കൊടുക്കും? മിനിമം വെയ്ജ് അത് ആർക്ക് ഡിസൈഡ് ചെയ്യാം? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഹരിയാനയിലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റിന്റെ വെയ്ജ് ഉയർത്തി, അല്ലെങ്കിൽ കേരളത്തിലെ വെയ്ജ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് ഇടക്കിടക്ക് പത്രങ്ങളിൽ കാണും. അതെന്താണ്? ഓരോ സംസ്ഥാനങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും, അതായത് വെയ്ജ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ എവിടെയാണ് ഇവർ രജിസ്റ്റർ ചെയ്യുക? നിയറസ്റ്റ് പഞ്ചായത്തിൽ. അവർ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അതിന്റെ നിയറസ്റ്റ് പഞ്ചായത്തിലാണ് ഇവര് എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നത്. വിത്തിൻ 5 കിലോമീറ്ററിനുള്ളിൽ എന്ത് കിട്ടിക്കോളണം? നമ്മളുടെ ജോബ് വിത്തിൻ 5 കിലോമീറ്ററിനുള്ളിലായിരിക്കണം കിട്ടേണ്ടത്. 5 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ, 5 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ എന്താണ്? നമുക്ക് ട്രാവൽ അലവൻസ് കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കി തരും. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിനെ ഓഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഷ്യൽ ഓഡിറ്റ് ആണ്. സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത് ഒരു ആക്ടില്, ഗവൺമെന്റിന്റെ ഒരു ആക്ടില് എടുത്തു പറയുന്ന ഒരു ആക്ട് കൂടിയാണ്. സെക്ഷൻ 70 മാൻഡേറ്റ്സ് സോഷ്യൽ ഓഡിറ്റ് ഓഫ് ഓൾ വർക്ക്സ്. അതായത് എങ്ങനെയാണ് സോഷ്യൽ ഓഡിറ്റ്? നമ്മളുടെ ഗ്രാമസഭകൾ ഇത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും, പഞ്ചായത്ത് ഇത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും. അങ്ങനെയാണ്, അതായത് സമൂഹം ഇതിനെ ഓഡിറ്റ് ചെയ്യും. എങ്ങനെ? സമൂഹം എന്ന് പറയുമ്പോൾ ഇടവകയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന്റെ ഭാഗമായിട്ടാണോ ഓഡിറ്റ് ചെയ്യുന്നത്? ഇല്ല, ഗ്രാമസഭകളാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാമസഭകൾ ഇത് ഓഡിറ്റ് ചെയ്യും, കൃത്യമായിട്ട് വർക്കുകൾ ഐഡന്റിഫൈ ചെയ്യും. ഗ്രാമസഭകളിൽ ഓരോ വർഷവും നമ്മളുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്ലാൻ ചെയ്യും. ഇന്ന വാർഡില് ഇത്ര പണികൾ ഉണ്ടാവും. അത് നമ്മളുടെ MG നരേഗ വർക്കേഴ്സിന് വേണ്ടിയിട്ട്, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഗ്രാമസഭകൾ എന്ത് ചെയ്യും? ചർച്ച ചെയ്യും, അത് പാസ്സാക്കണം. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഗ്രാമസഭകൾ തന്നെയാണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതുപോലെ പ്ലാനിങ്, ഇംപ്ലിമെന്റിംഗ്, മോണിറ്ററിംഗ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മളുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നതും ആരാണ്? നമ്മളുടെ ഗ്രാമസഭകളാണ്. സോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഈ റൈറ്റ് ടു വർക്കിന്റെ കാര്യത്തിൽ ഉണ്ട്. ഓക്കെ ആണോ? സോ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. റൈറ്റ് ടു വർക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദെൻ 15 ഡേയ്സിന്റെ ഒരു കാര്യം പറഞ്ഞു. അത് 15 ഡേയ്സിനുള്ളിൽ വർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് നമ്മൾ കൊടുക്കും. ദെൻ എത്ര ദിവസത്തേക്കാണ് വർക്ക് മിനിമം ഗ്യാരണ്ടി ചെയ്യുന്നത്? മിനിമം ഗ്യാരണ്ടി ചെയ്യുന്നത് 100 ഡേയ്സിനാണ്. മിനിമം, മാക്സിമം എത്ര വേണമെങ്കിലും കൊടുക്കാം. മിനിമം 100 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ പഠിത്തരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ മേജർലി കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ തൊട്ടടുത്ത്, ഞാനത് ദീർഘമായിട്ട് ഡിസ്കസ് ചെയ്ത സമയം കളയുന്നില്ല. വാട്ടർ കൺസർവേഷൻ, റോഡ് കൺസ്ട്രക്ഷൻ, ഇറിഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ തോടുകളുടെ അരികില്, നമ്മളുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ തോടുകളുടെ അരികില്, ഞങ്ങളുടെ നാട്ടിലൊക്കെ തോടുകളുടെ അരികില് മറ്റേ കയറ് വെച്ചിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, കയർ വെച്ചിട്ട് പൊതിയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ വെക്കുന്നത് നമ്മളുടെ ഈ തൊഴിലുറപ്പ് ചേച്ചിമാരാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രൊജക്ടുകളാണ്. ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ സഹായിക്കും. അതായത് നമ്മളുടെ സ്റ്റേറ്റ് റോഡോ നാഷണൽ ഹൈവേസോ ഒന്നും അല്ല, നമ്മളുടെ പബ്ലിക് റോഡുകൾ ഉണ്ടല്ലോ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിക്കേണ്ട റോഡുകൾ, അങ്ങനെയുള്ളതിനൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതൊക്കെ ആരാണ്? ഈ തൊഴിലുറപ്പ് ജോലിക്കാരാണ്. ഓക്കെ, ദെൻ എന്താണ് ഇവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പ്രോബ്ലം, ഇവരുടെ ചില പ്രോബ്ലങ്ങൾ ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു വെയ്ജ് ആണ്. അതായത് വെയ്ജ് കുറവാണ് കിട്ടുന്നത്. കാരണം അലോക്കേഷൻ, ഓരോ വർഷവും ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന തുക കുറഞ്ഞു വരികയാണ്. അപ്പോൾ ബഡ്ജറ്റ് അലോക്കേഷൻ. ദെൻ കറപ്ഷൻ, ചെറിയ കറപ്ഷൻസ് ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഒഫീഷ്യലി നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കറപ്ഷൻസ് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സിസ്റ്റം ചെയ്തു? നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റി, ജാം ട്രിനിറ്റി യൂസ് ചെയ്തു. നമ്മൾ ബാങ്ക് അക്കൗണ്ടുകൾ, ആധാർ, മൊബൈൽ, ഈ 3 ജൻധൻ ബാങ്ക് അക്കൗണ്ട്, ആധാർ ബേസ്ഡ് ആൻഡ് മൊബൈൽ, ഈ 3 കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറുകൾ കൊടുത്തു. ദെൻ ഡിജിറ്റൽ ടെക്നോളജിയെ നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തത് MG നരേഗ സ്കീമുകളിലാണ്. നമ്മൾ എന്ത് ചെയ്തു? വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേയും വൈകിട്ട് വർക്ക് അവസാനിപ്പിക്കുന്നതിന് ശേഷവും 2 ഫോട്ടോസ് എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ദെൻ ആരൊക്കെ കൃത്യമായിട്ട് അവിടെ പ്രസന്റ് ആയിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ
കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റവും നമ്മൾ ത്രൂ ഓൺലൈൻ ചെയ്തു. മനസ്സിലായോ? സോ ഡിജിറ്റൽ ടൂളുകൾ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തത് നമ്മുടെ MG നരേഗ സ്കീമുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? സർവീസ് ഡെലിവറിക്ക് വേണ്ടിയിട്ടും പോളിസി ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടും. ഓക്കെ, സോ അതൊക്കെ നമുക്ക് എക്സാമ്പിളുകളായിട്ട് നമ്മുടെ മെയിൻ ആൻസർ റൈറ്റിങ്ങളിലൊക്കെ കോട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിജിറ്റലി യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, ഈ ഡിജിറ്റൽ റെക്കോർഡിംഗ്, അതായത് രാവിലെയും വൈകുന്നേരമുള്ള ഡിജിറ്റൽ റെക്കോർഡിങ്സ് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ചില സമരങ്ങളോ ചില വാക്കുകളോ പറയുകയുണ്ടായിരുന്നു. സോ അങ്ങനത്തെ വാർത്തകളും കൂടിയിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ MG നരേഗ സ്കീമിന്റെ ഒരു ടോട്ടൽ ഒരു ഓവറോൾ പിക്ചർ കിട്ടിയല്ലോ. എന്താണ് സ്കീം, എങ്ങനെയാണ് സ്കീം, ദെൻ ഇതിന് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. നമുക്ക് തൊഴിലാളികൾ, അതായത് ഇന്ത്യയുടെ അൺസ്കിൽഡ് ലേബേഴ്സ് ആണെങ്കിലും റൂറൽ ലേബേഴ്സ് ആയി കഴിഞ്ഞാലും റൂറലിൽ നിന്ന് മറ്റു മേഖലയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് തടയാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, നമ്മളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആൻഡ് ഇന്ത്യയുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ MG നരേഗ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിനി സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ ബംഗ്ലാദേശ് റിലേഷൻസ്. പെർട്ടിക്കുലർലി ബംഗ്ലാദേശ് റിലേഷനെ കുറിച്ചിട്ടല്ല, കറന്റ്ലി ബംഗ്ലാദേശിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ അവസ്ഥയെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ. കഴിഞ്ഞ വർഷമാണ് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പലായനം ചെയ്യിപ്പിക്കുകയും അവിടെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ററിം ഗവൺമെന്റ് വരികയും. എന്തിനാണ് അവിടെ ഒരു ഇന്ററിം ഗവൺമെന്റ് വരുന്നത്? അവിടെ കുട്ടികളടക്കം, അതായത് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും ബാക്കിയുള്ള എല്ലാവരും തെരുവിലിറങ്ങി സമരം ചെയ്തു ഷെയ്ഖ് ഹസീനയുടെ പോലീസിനും ഷെയ്ഖ് ഹസീനയുടെ കിരാതമായിട്ടുള്ള നിയമങ്ങൾക്കും എതിരായിട്ട്. നിയമങ്ങളല്ല, ചില ആക്ടുകളാണ് പുള്ളിക്കാരി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. സോ ദെൻ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിനേക്ക് എതിരെ അടിച്ചമർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ കൂടിയിട്ട് ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായിരുന്നു. സോ അതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിവിൽ വാർ എന്നുള്ളൊരു രീതിയിലേക്കും നമ്മളുടെ പോലീസും ഷെയ്ഖ് ഹസീനയുടെ പോലീസും സാധാരണമായിട്ടുള്ള ജനങ്ങളുടെയും ഒരു സിവിൽ വാർ എന്നുള്ള രീതിയിലേക്ക് അതിനകത്ത് വരികയും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതിന്റെ ഒരു റെഫറൻസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പറയുന്നത് ആ ഒരു സിവിൽ വാർ പോലെ അവിടെ സംഭവിച്ച ഒരു പ്രൊട്ടസ്റ്റുകൾ അത് പ്ലാനഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളായിരുന്നു. അതിന് ഇന്നസെന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളല്ല. അത് ജമാഅത്തെ ഇസ്ലാമിന്റെ സംഘടനകളും അതിന്റെ പോഷക സംഘടനകളും പണം കൊടുത്തും ആള് കൊടുത്തും സംഘടിപ്പിച്ച പ്രൊട്ടസ്റ്റുകളായിരുന്നു. ആർക്കു വേണ്ടിയിട്ട്? ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കാനായിട്ട്, നമ്മളുടെ മുഹമ്മദ് യൂനസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളായിരുന്നു. സോ ഇന്നസെന്റ് അല്ലായിരുന്നു. ആ ഒരു ആക്ഷേപം അന്നേ ഉയർന്നു വന്ന ഒരു കാര്യമാണ്. ആരാണ് ഈ പ്രൊട്ടസ്റ്റുകളുടെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ ഈ ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടായി. ജമാഅത്തെ ഇസ്ലാം അടക്കമുള്ള തീവ്ര സംഘടനകളാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഷെയ്ഖ് ഹസീനയുടെ കാലം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്കോണമിക് പ്രോസ്പെരിറ്റി അറ്റൈൻ ചെയ്തൊരു നാളുകളായിരുന്നു ഈ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ. അതായത് കഴിഞ്ഞ ഒരു 2018 മുതൽ 2024 വരെയൊക്കെ എക്കണോമിക് പ്രോസ്പെരിറ്റി അറ്റൈൻ ചെയ്തൊരു കാലഘട്ടമായിരുന്നു. ഈവൻ 2011 മുതൽ ഇങ്ങോട്ടേക്ക് തന്നെ നല്ലൊരു എക്കോണമിക് ഗ്രോത്ത്, ഈവൻ 6%, 7% ഗ്രോത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എക്കോണമി ഇറ്റ്സെൽഫ്, GDP-യിൽ. ദെൻ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനുകളിലാണെങ്കിലും ഗുഡ് പ്രോഗ്രസ് കാണിച്ചുകൊണ്ടിരുന്ന ഒരു സമയം തന്നെയായിരുന്നു ഈ ഒരു ഷെയ്ഖ് ഹസീനാസ് റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ ടീസ്റ്റ എന്ന് പറഞ്ഞൊരു റിവർ റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ട്. അതൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ പല പ്രോഗ്രാമുകളും നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ബേസ്ഡ് അല്ല, പകരം ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ ആണ്. ആരാണ് ബംഗ്ലാദേശ്, എവിടെയുള്ളവരാണ്, എന്താണ് ബംഗ്ലാദേശിന്റെ വിഷയങ്ങൾ, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മിലിറ്ററി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സിവിൽ വാറുകളും ചില പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തുന്നത്, എന്താണ് അവരുടെ ഒരു ഹിസ്റ്ററി എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഓക്കെ, സോ ഇതാണ് ബംഗ്ലാദേശിന്റെ മാപ്പ്. ഫസ്റ്റത്തെ ചോദ്യം, എല്ലാ ഇന്റർനാഷണൽ റിലേഷനിലും ചോദിക്കുന്ന പോലത്തെ ഫസ്റ്റത്തെ ചോദ്യം, എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത്? എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത്? 5 ആണോ 4 ആണോ 6 ആണോ? നോക്കിയേ, ഒന്ന് വെസ്റ്റ് ബംഗാൾ ഉണ്ട്. വെസ്റ്റ് ബംഗാൾ ഇപ്പുറത്തെ സൈഡ് മൊത്തം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ജാർഖണ്ഡിനും ബീഹാറിനും ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊതിഞ്ഞിരിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ദെൻ വേറെ ആരുണ്ട്? ഇവിടെ ആസാം ഉണ്ട്, ദെൻ മേഘാലയ ഉണ്ട്,
ദെൻ വേറെ ആരുണ്ട്? ത്രിപുരയുണ്ട്. കഴിഞ്ഞോ? ത്രിപുര കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. മിസോറം ഉണ്ട്. സോ 5 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ലാൻഡ് ബോർഡേഴ്സ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ബംഗ്ലാദേശ്. ഇടക്കിടക്ക് മറ്റേ പിള്ളേരുടെ പുസ്തകങ്ങളുണ്ടല്ലോ, 8-9 ക്ലാസ്സുകളിലെ ക്വിസുകൾക്ക് ഇടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. നോക്കിയേ, ഇവിടെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ബൗണ്ടറിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. ഓക്കെ ആണോ? ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, ത്രിപുര വെച്ച് അവസാനിക്കുന്നില്ല. ത്രിപുര വഴി മിസോറം കൂടി കടന്നിട്ടാണ് എങ്ങടേക്ക് പോകുന്നത്? ബംഗ്ലാദേശിന്റെ അതിർത്തി മ്യാൻമറിലേക്ക് പോകുന്നത്. ഓക്കെ, സോ 5 സംസ്ഥാനങ്ങൾ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം മ്യാൻമറുമായിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 5 ആണോ? ബംഗ്ലാദേശ് ആണെന്നുള്ളത് 5 എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. പക്ഷേ മ്യാൻമർ ആയിട്ട് എത്ര സംസ്ഥാനങ്ങൾക്കുണ്ട്? 4 സംസ്ഥാനങ്ങൾക്കേ ഉള്ളൂ. മാറിപ്പോകരുത്. ഒന്ന് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറം. സോ ഈ 4 സംസ്ഥാനങ്ങളാണ് മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. ഓക്കെ, ബംഗ്ലാദേശ് എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്? 1947 വരെ ഇന്ത്യയുടെ പാർട്ടായിരുന്നു ഈ ബംഗ്ലാദേശ്. യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ പാർട്ടായിരുന്നു ഈ ബംഗ്ലാദേശ്. മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസുകൾ ആയിട്ടുള്ള പാകിസ്ഥാന് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് നേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബംഗാളിന്റെ ഈസ്റ്റേൺ പാർട്ട്, അതായത് ബംഗാളിന്റെ ഈസ്റ്റേൺ പാർട്ട് നമ്മൾ ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് അസൈൻ ചെയ്തു. സോ 1971 വരെ പാകിസ്ഥാനിന്റെ ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ഈസ്റ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ പാട്ടായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കാണുന്ന പാകിസ്ഥാൻ മാത്രമല്ല പണ്ടുണ്ടായിരുന്നേ. ഇപ്പുറത്തൊരു മുസ്ലിം മെജോറിറ്റി ഏരിയ കൂടി ഉണ്ടായിരുന്നു. അതിനെ ഈസ്റ്റ് പാകിസ്ഥാൻ. 1971 അവിടുത്തെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭൂരിപക്ഷത്തിൽ വരുന്ന ആള് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവണമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ലെജിസ്ലേഷനിൽ മെജോറിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണമോ എന്നുള്ള അവിടുത്തെ ഒരു ഇന്റേണൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് വന്നു. പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ഒരാള് പാകിസ്ഥാനെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കുക കൂടി പറ്റാത്തൊരു കാര്യമാണ്. സോ അത് ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്താണ്? ദെൻ ഇവര് മെജോറിറ്റി ഉണ്ടായിട്ടും ഭരിക്കാനായിട്ട് പറ്റുന്നില്ല. അവരും ഇന്റേണൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തു. സോ ഇന്ത്യ ഇടപെട്ട് എന്ത് ചെയ്തു? ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നയിച്ചത് ഇന്ത്യയാണ്. അപ്പൊ യുദ്ധം ആര് തമ്മിലായി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായി. ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. പക്ഷേ യുദ്ധം ആര് തമ്മിലായി? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായി യുദ്ധം. അതാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഓക്കെ, മനസ്സിലായി? ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ ഇടയിൽ ബംഗ്ലാദേശ് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ബംഗ്ലാദേശിനെ ഉണ്ടാക്കുന്നതിനുള്ള വാറായിരുന്നു 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വാർ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു 14 ദിവസത്തോളം വാർ നീണ്ടുകയും പാകിസ്ഥാൻ തോൽക്കുകയുമാണ് ചെയ്തത്. അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാവുകയും അന്ന് ഇന്ദിരാഗാന്ധിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ഒരു കോള് വരുന്നുണ്ട്. ആരുടെ ഭാഗത്തുനിന്ന്? USA പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന്. ഇന്ദിരാഗാന്ധി, ഞങ്ങളുടെ പടക്കപ്പലുകൾ നിങ്ങളുടെ ബേ ഓഫ് ബംഗാളിന്റെ തീരത്തുണ്ട്. തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്തിരിക്കും. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അതിർത്തിയിലെ എന്റെ കപ്പലുകളെ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അമേരിക്ക അവിടെ നിന്ന് ആക്രോശിക്കുകയൊന്നും വേണ്ട. അന്ന് ധീരമായിട്ട് നിലപാടെടുത്ത ഒരാളാണ് ഇന്ദിരാഗാന്ധി. ഇങ്ങനെ തിരിച്ച് അമേരിക്കൻ പ്രസിഡന്റിനോട് പറയാനുള്ള ഒരു ആർജവം അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ട്രേഡും താരിഫ് വാറുകളൊക്കെ അംഗീകരിച്ചിട്ടും അമേരിക്കയെ പരോക്ഷമായിട്ട് പോലും ഒന്ന് വിമർശിക്കാനായിട്ടുള്ള അധികാരം പാർലമെന്റിലോ മറ്റുള്ള വേദികളിലോ നമ്മളുടെ നേതൃത്വം കാണിക്കുന്നില്ല. അതിന് മറ്റു ഫാക്ടേഴ്സുകൾ ഉണ്ട്. കാരണം ഇന്റർനാഷണൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്രോശിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. അത് ഡിപ്ലോമാറ്റിക് ആണ്, മൾട്ടി അലൈൻമെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, മൾട്ടി അലൈൻമെന്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അന്ന് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഇന്ത്യ ജയിക്കുകയാണ്. നമുക്ക് നമ്മളുടെ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യ ജയിക്കുകയാണ്, ഇന്ത്യ ബംഗ്ലാദേശ് രൂപീകരിക്കുകയാണ്. ആരായിരുന്നു ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ? മുജീബുർ റഹ്മാൻ ആയിരുന്നു. മുജീബുർ റഹ്മാൻ. അവാമി ലീഗ്, 2 കുടുംബങ്ങളാണ് നമ്മളുടെ ബംഗ്ലാദേശിന്റെ പൊളിറ്റിക്സിനെ നയിക്കുന്നത്. ഒന്ന്
മുജീബുർ റഹ്മാന്റെ കുടുംബം. ദെൻ ഒരു മിലിറ്ററി കുടുംബമുണ്ട്. പേര് ഞാൻ മറന്നുപോയി. അതായത് നമ്മളുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി ഒരു തീവ്രമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. സോ ആ ഒരു പാർട്ടി നയിക്കുന്ന കുടുംബം. അങ്ങനെ രണ്ട്, ഇപ്പൊ കോൺഗ്രസ് BJP എന്ന് പറയുന്ന പോലെ രണ്ട് ഫാക്ടേഴ്സ് ആണ് അവിടെ മെയിൻ നമ്മളുടെ ബംഗ്ലാദേശ് പൊളിറ്റിക്സ് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിൽ മേജർ ഒരു ഫാക്ടറാണ് മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരാണ് ഈ മുജീബുർ റഹ്മാൻ? അവിടുത്തെ ആദ്യത്തെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആണ്, ബംഗ്ലാദേശിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആണ് മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു ബന്ധവും കൂടിയുണ്ട്. നമ്മളുടെ ഷെയ്ഖ് ഹസീനയുണ്ടല്ലോ, കഴിഞ്ഞ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയുടെ ഫാദറാണ് ഈ മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണക്ഷൻ കിട്ടിയോ? ഷെയ്ഖ് ഹസീനയും മുജീബുർ റഹ്മാനും അവാമി ലീഗുമായിട്ടുള്ള കണക്ഷൻ കിട്ടിയോ? സോ ഈ അവാമി ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 1971 ബംഗ്ലാദേശ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എന്താണ് സംഘടനയാണ് അവാമി ലീഗ്. മുജീബുർ റഹ്മാനാണ് അന്നത്തെ അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നത്. ദെൻ ഇപ്പോ ഷെയ്ഖ് ഹസീന, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് കൂടി കൂട്ടി വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. ദെൻ ഇന്ത്യ ഇവരെ ഫോം ചെയ്തു. ഇന്ത്യയുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സൈൻ ചെയ്തു 1972. അതായത് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു 1972. 75 മുജീബുർ റഹ്മാൻ വധിക്കപ്പെടുകയാണ്. മുജീബുർ റഹ്മാൻ അസാസിനേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ അവിടെ തുടങ്ങി ചെറിയൊരു ചേഞ്ച് വരികയാണ്. പക്ഷെ എന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ദെൻ എന്താണ് അതിനുശേഷം 1975 ശേഷം 91 വരെ പല ഗവൺമെന്റുകളും മാറി മാറി ഭരിച്ചു. ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പുകൾ വന്നു. ദെൻ എക്സ്ട്രീമിസ്റ്റുകൾ ഭരിച്ചു. ദെൻ വീണ്ടും ഒരു പാർലമെന്ററി ഡെമോക്രസിയിലേക്ക് തിരിച്ചു വരുന്നത് 1991 സോ 71 സാധ്യമായി. ദെൻ ഒരു വീണ്ടും പാർലമെന്ററി ഡെമോക്രസിയിലേക്ക് തിരിച്ചു വരുന്നത് 91 ദെൻ രണ്ട് പാർട്ടീസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. 91 എങ്ങടേക്ക് തിരിച്ചു വന്നേ? ഡെമോക്രാറ്റിക് പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരുന്നത്. ദെൻ ഇന്ത്യയുമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇന്ത്യയുമായിട്ട് ഞാൻ പറഞ്ഞു നമ്മളുടെ ലാർജസ്റ്റ് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ബംഗ്ലാദേശുമായിട്ടാണ്. ദെൻ നിയറസ്റ്റ് ഫ്രണ്ട് ആണ്, നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഫ്രണ്ട് ആണ്. കാരണം നമ്മളാണ് അവരുടെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. സോ നമ്മളുടെ ഫ്രണ്ട് ആയിരിക്കും എന്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും. ഓക്കെ, ഇനി നമ്മളുടെ ഇമ്പോർട്ടൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ കോർപ്പറേഷൻ, എക്കോണമിക് കോർപ്പറേഷൻ, ദെൻ കണക്ടിവിറ്റി ഇൻക്ലൂഡിങ് റെയിൽ, റോഡ്, വാട്ടർ വേസ്, ദെൻ എനർജി കോർപ്പറേഷൻ. നമ്മൾ ആരുമായിട്ട് ബംഗ്ലാദേശുമായിട്ടുള്ള ഡിഫറെന്റ് കോർപ്പറേഷനുകളെയാണ് അല്ലെങ്കിൽ സഹകരണങ്ങളെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ദെൻ പ്രോബ്ലംസ്, ആദ്യം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള സഹകരിച്ചു പോകുന്ന മേഖലകൾ, ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കിയിട്ട് ഈ ഒരു ഡിസ്കഷൻ നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ ആണോ? കേട്ടിരിക്കുന്നുണ്ടോ? ബംഗ്ലാദേശ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നൊക്കെ പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ദീർഘമായിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ പോസ്റ്റ് മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് നമുക്ക് മെയിൻസിന് പഠിക്കാനുള്ള പോർഷൻ അല്ലേ. അപ്പൊ ഇതൊക്കെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് നോക്കി വെക്കുക. രാമചന്ദ്ര ഗുഹയുടെ ആ വലിയ പുസ്തകമൊന്നും ഇനി വായിക്കാനായിട്ട് പോകണ്ട, ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്കിനി പൊളിറ്റിക്കൽ കോർപ്പറേഷനിലേക്ക് പോകാം. എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ കോർപ്പറേഷൻ? അതായത് നമ്മൾ ഒരു ലാർജസ്റ്റ് ഡെമോക്രസിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ഡെമോക്രസിയാണ്. സോ നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഒപ്പിട്ടിരിക്കുന്ന ഒരു സംഘടനയുമായിട്ട് നമുക്ക് പൊളിറ്റിക്കൽ കോർപ്പറേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതൊക്കെ ലെവലിൽ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബിംസ്റ്റെക്, സാർക്ക്, IORA. എന്താണ് IORA? എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്നാ ഫോം ചെയ്തേ? 1997. ബിംസ്റ്റെക് എന്നാ ഫോം ചെയ്തേ? 1997. ഈ സംഘടനകളിലൊക്കെ നമ്മൾ ഷെയർഡ് കോർപ്പറേഷൻസ്, നമ്മളുടെ വാല്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലോബൽ ഗവേണൻസ് റിഫോമുകളിൽ നമ്മളുടെ സഹായിയായിട്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് നമ്മളുടെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ റിഫോം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പെർമനന്റ് മെമ്പർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന കൺട്രികളിൽ ഒന്നാണ് നമ്മളുടെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ആദ്യമായിട്ട് ബംഗ്ലാദേശ് ഒരു കൺട്രി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോകുന്നു. ആദ്യമായിട്ട് ബംഗ്ലാദേശിന്റെ സ്റ്റേറ്റ്ഹുഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി ഇന്ത്യയാണ്. ഓക്കെ, ദെൻ എക്കോണമിക് കോർപ്പറേഷൻ, അതായത് ഏഷ്യയിലെ ഒരു ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്. 9 ബില്യണോളം ഇന്ത്യൻ എക്സ്പോർട്ടുകൾ എങ്ങടേക്ക് പോകുന്നുണ്ട്? നമ്മളുടെ ബംഗ്ലാദേശുകളിലേക്ക് മാത്രമായിട്ട് പോകുന്നുണ്ട്. ഇമ്പോർട്ട് വളരെ കുറവാണ്. ഇമ്പോർട്ടിൽ പ്രധാനമായിട്ടും വരുന്നത് സർവീസ് സെക്ടറുകളിലുള്ള ഗ്രേറ്റ് ഇമ്പോർട്ട് വരുന്നുണ്ട്. ദെൻ വേറെ എന്താണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ? ദെൻ നമ്മളുടെ ഈ മെഡിക്കൽ ടൂറിസം ഉണ്ടല്ലോ, അതായത് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ, മെഡിക്കൽ ടൂറിസ്റ്റുകൾ പുറത്തു നിന്ന് ഇന്ത്യയിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകളിൽ 35% വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ അടുത്തുള്ള കൺട്രീസുമായിട്ട് നമുക്ക് ഈ മെഡിക്കൽ ടൂറിസത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. മാൽഡീവ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാനിത് പറഞ്ഞു. കേരളത്തിലേക്ക് ഒരുപാട് മാൽഡീവ്സ് ആളുകൾ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടിയിട്ട്, അതായത് മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ ആയുർവേദം മാത്രമല്ല, അവർക്കൊരു വിദഗ്ധമായിട്ടുള്ള ഒരു ഇത് വേണം, എന്ത് ഒരു ഓപ്പറേഷൻ അവർ ചെയ്യണം. അപ്പൊ അവരെങ്ങടേക്ക് പോകും? കേരളത്തിലടക്കമുള്ള വൻകിട കമ്പനികൾ, ആസ്റ്റർ മെഡിസിറ്റി പോലെ, അല്ലെങ്കിൽ എവിടെയാണ് രാജഗിരി പോലെ, ദെൻ മെഡിക്കൽ ട്രസ്റ്റ് പോലെ, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ, ഹോസ്പിറ്റലുകളിലേക്ക് അവർ വരും. ഓക്കെ, സോ അത് ഒരു ഹ്യൂജ് എന്താണ് എക്കോണമിക് കോർപ്പറേഷൻ ആണ് ആരുമായിട്ട്? ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട്. 35% മെഡിക്കൽ ടൂറിസത്തിലേക്ക് വരുന്നത് നമ്മളുടെ ബംഗ്ലാദേശിൽ നിന്നാണ്. ദെൻ കണക്ടിവിറ്റി, അതായത് ഞാൻ പറഞ്ഞു ബംഗ്ലാദേശും ഇന്ത്യയും യൂണിഫൈഡ് ഇന്ത്യയുടെ പാർട്ടായിരുന്നു. സോ നമുക്ക് ധാക്കയിൽ നിന്ന് അഗർത്തലയിലേക്ക്, ഞാൻ ഈ വരച്ചിരിക്കുന്ന വര കണ്ടോ, ധാക്കയിൽ നിന്ന് അഗർത്തലയിലേക്ക് ഒരു റെയിൽ പ്രൊജക്റ്റും കറന്റ് ഒരു ബസ് പ്രൊജക്റ്റും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു റെയിൽ പ്രൊജക്ട് ആലോചനയിലുണ്ട്, ഒരുപാട് നാളായിട്ട് ആലോചനയിലുണ്ട്. ദെൻ കറന്റ് ഒരു ബസ് പ്രൊജക്ട് കൂടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ കൊൽക്കട്ടയെ കണക്ട് ചെയ്തൂടെ? നമുക്ക് കൊൽക്കട്ടയെ കണക്ട് ചെയ്തൂടെ? കൊൽക്കട്ടയെ കണക്ട് ചെയ്യാം. സോ ഈ കണക്ഷൻ പ്രോസസ്സ് പറ്റുമ്പോൾ എന്താ സംഭവിക്കുക? കണക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്സുകൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ദെൻ കണക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ദെൻ റിസോഴ്സസുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ എക്കോണമിക് പൊളിറ്റിക്കൽ കോർപ്പറേഷൻ പറഞ്ഞു, ദെൻ എക്കോണമിക് കോർപ്പറേഷൻ പറഞ്ഞു, നമ്മളുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറുകളിൽ ഒരാളാണ്. ദെൻ കണക്ടിവിറ്റി, അഗർത്തല ടു എവിടെയാണ്? ധാക്കയെ കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ദെൻ വേറൊരു കാര്യമുണ്ട്, നമ്മളും ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായിട്ട് വർക്ക് ചെയ്യുന്ന, സംയുക്തമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്, ഹട്ട് മാർക്കറ്റ് എന്ന് പറയും. സോ അവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മളുടെ ഒരു സോഫ്റ്റ് പവർ ടെക്നോളജിയും ദെൻ എക്കോണമിക് കോർപ്പറേഷൻ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ആഴ്ചയിൽ ഒരു ദിവസം ഒരു മാർക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്യും. ദെൻ രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് വരികയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? ദെൻ എനർജി കോർപ്പറേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിന്റെ ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ റഷ്യയോട് ചേർന്ന്, ഇന്ത്യ റഷ്യയോട് ചേർന്നിട്ട് റോപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ്? ഇന്ത്യ റഷ്യയോട് ചേർന്നിട്ട് റോപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ വേറെ എന്തൊക്കെ? പവർ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് അദാനി. ആരാണ് പവർ എക്സ്പോർട്ട് ചെയ്യുന്നത്? അദാനിക്ക് ജാർഖണ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഹൈ പവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന 1-2 യൂണിറ്റുകൾ ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള പവറുകൾ എന്തുവഴി? അതായത് നമ്മളുടെ തൊട്ടടുത്ത രാജ്യമല്ലേ, നമുക്ക് വെറുതെ വയറ് വലിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് കൂടെ. ഇപ്പൊ ജാർഖണ്ഡിന്റെ ഇവിടെ ഒരു പവർ പ്ലാന്റ് നിന്ന് വിചാരിക്കുക, ജാർഖണ്ഡിന്റെ ഇവിടെ നിന്ന് നമുക്ക് വൈദ്യുതി കമ്പിയിലൂടെ ബംഗ്ലാദേശിലേക്ക് എത്തിച്ചൂടെ? ബംഗ്ലാദേശിലേക്ക് ഹെൽപ്പ് ചെയ്തുകൂടെ നമുക്ക്? സോ അങ്ങനെ ഒരു പ്രൊജക്ട് ആര് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്? അദാനി പവർ ഗ്രൂപ്പ് അദാനി എനർജി കമ്പനി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ LPG സപ്ലൈ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസും നമ്മൾ എവിടെയാണ്? ത്രിപുരയുമായി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ ഒരു പ്രൊജക്ട്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള സപ്ലൈ ആണ്. റോപ്പൂർ ആരുമായിട്ട് കണക്ട് ചെയ്തിട്ട്? റഷ്യയുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു റഷ്യ കണക്ട് ചെയ്യുന്നു, ഇന്ത്യ കണക്ട് ചെയ്യുന്നു, വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ
ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇതിന് നമ്മൾ എന്ത് പേരാ വിളിച്ചേ? ഓർക്കുന്നുണ്ടോ? ഗ്ലോബൽ സൗത്തുമായിട്ട് ഒരു ഡിസ്കഷനിൽ നമ്മൾ ഇതിന്റെ ഒരു പേര് വിളിച്ചു. എന്താണ്? ട്രയാങ്കുലർ കോർപ്പറേഷൻ. ഗ്ലോബൽ സൗത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചപ്പോഴാണ് ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് മാത്രം കൊടുത്താൽ പോരാ, ട്രയാങ്കുലർ കോർപ്പറേഷൻ കൂടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷൻ വന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ജൂണിലെ ആദ്യ ആഴ്ചകളിലായിരുന്നു അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ട്രയാങ്കുലർ കോർപ്പറേഷൻ മറക്കരുത്. ഓക്കെ. ദെൻ ഡിഫൻസ് കോർപ്പറേഷൻ. ഡിഫൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ കുറച്ചും കൂടി ഡിഫൻസ് കോർപ്പറേഷൻ ഏറ്റവും കൂടി നിൽക്കുന്നത് ചൈനയുമായിട്ടാണ്. ചൈനയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സുകളാണ് അവർ കുറച്ചും കൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫൻസ് കോർപ്പറേഷനിൽ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ശത്രു ഒന്നുമല്ല. നമ്മൾ വ്യാപാരം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഹ്യൂജ് എക്യുപ്മെന്റ്സുകൾ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ജോയിന്റ് ആയിട്ട് മിലിറ്ററി എക്സർസൈസുകൾ ചെയ്യാറുണ്ട്. സംപ്രീതി എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യാറുണ്ട്. ദെൻ നേവൽ കോർപ്പറേഷൻ, അതായത് ബേ ഓഫ് ബംഗാളിലെ ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ നേവിയും ബംഗ്ലാദേശിന്റെ പെർട്ടിക്കുലർ നേവിയും എന്ത് ചെയ്യും? കോർഡിനേറ്റഡ് ആയിട്ട് പെട്രോൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഒരു കോർപ്പറേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വിളിക്കുന്ന പേര് കോർപാറ്റ്, ആനുവൽ കോർഡിനേറ്റഡ് പെട്രോൾ കോർപാറ്റ്. ഓക്കെ. ദെൻ സംപ്രീതി, ഇവിടെ ഓർത്തു വെക്കുക സംപ്രീതി എന്ന് പറയുന്ന കാര്യം. ദെൻ ഡിഫൻസ് ക്രെഡിറ്റ് ലൈൻ, അതായത് ഡിഫൻസിന് വേണ്ടിയിട്ട് ഡിഫൻസ് എക്യുപ്മെന്റുകൾ വാങ്ങിക്കാനും അവിടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് കൊടുത്തു. ഡിഫൻസിന് വേണ്ടിയിട്ട് മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ $500 million ഡിഫൻസ് ക്രെഡിറ്റുകളും നമ്മൾ കൊടുക്കാറുണ്ട്. ക്രെഡിറ്റുകൾ പെർട്ടിക്കുലർലി കൊടുക്കാറുണ്ട് കേട്ടോ. ക്രെഡിറ്റുകൾ ഞാനിവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. എക്കോണമിക് കോർപ്പറേഷനിൽ നോർമലി നമ്മൾ ക്രെഡിറ്റുകൾ കൊടുക്കും. നമ്മൾ ഈവൻ മാൽഡീവ്സിന് വരെ ക്രെഡിറ്റ് കൊടുക്കുന്നു. പിന്നെയാണോ നമ്മളുടെ ഏറ്റവും ഫ്രണ്ട് ആയിട്ടുള്ള ബംഗ്ലാദേശിന് കൊടുക്കാതിരിക്കുന്നത്? സോ ക്രെഡിറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നൊരു ചിന്തയിലേക്കൊന്നും പോകരുത്. ക്രെഡിറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഡിഫൻസ് ക്രെഡിറ്റുകൾ എത്ര കൊടുക്കുന്നുണ്ട്? $500 million എന്ത് കൊടുക്കുന്നു? ഡിഫൻസ് ക്രെഡിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. ഇനി ചലഞ്ചസുകൾ. നമ്മൾ എന്തൊക്കെ കോർപ്പറേഷനുകൾ പറഞ്ഞു? ഒന്ന് പൊളിറ്റിക്കൽ കോർപ്പറേഷൻ, ദെൻ എക്കോണമിക് കോർപ്പറേഷൻ, ദെൻ വേറെ എന്താണ്? എനർജി സെക്ടർ. എനർജി സെക്ടറിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. അദാനിയുടെ പോർട്ട്, ദെൻ റോപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് റഷ്യയുമായിട്ട് ചേർന്നിട്ട്, ദെൻ എന്താണ്? ത്രിപുരയിൽ നിന്ന് LPG കയറ്റി വിടാനായിട്ടുള്ള ഒരു പദ്ധതി കൂടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദെൻ വേറെ എന്താണ്? നമ്മളുടെ കണക്ടിവിറ്റിയിൽ അഗർത്തല ടു ധാക്കയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ദെൻ വേറെ എന്താണ് നമ്മൾ വിട്ടുപോയത്? ഡിഫൻസ് കോർപ്പറേഷൻ. ഓക്കെ. ഡിഫൻസ് കോർപ്പറേഷൻ. ദെൻ എന്താണ് ഇഷ്യൂസ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളൊരു ഇന്റർനാഷണൽ റിലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ഡോക്ടർ ആവണം. നമ്മൾ അവരുടെ ഇപ്പോഴുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി. ഒരു രോഗി നമ്മളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഗിയുടെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി. ദെൻ കറന്റ്ലി ഉള്ള പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കും. എന്താണ് ഇപ്പോഴുള്ള പ്രോബ്ലംസ്? ദെൻ നമ്മൾ മരുന്ന് എഴുതും. എന്താണ് സൊല്യൂഷൻ? എങ്ങനെയാണ് ഇന്റർനാഷണൽ റിലേഷനെ ഫോക്കസ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഡോക്ടർ ആവണം. ആദ്യം നമ്മൾ രോഗിയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കണം. എന്തൊക്കെ മരുന്നുകൾ ഇതിനു മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ രോഗങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദെൻ കറന്റ് പ്രശ്നം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നു. സോ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തി. എന്താണ് കറന്റ്ലി ഉള്ള പ്രശ്നങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട്? 3 തരത്തിലാണ് നമ്മളുടെ പ്രോബ്ലങ്ങൾ ഉള്ളത്. ഒന്ന് വാട്ടർ കോൺഫ്ലിക്റ്റുകൾ. ഫസ്റ്റ് വൺ ഈസ് ദ വാട്ടർ കോൺഫ്ലിക്റ്റ്. സെക്കൻഡ് വൺ ചെറിയ ബോർഡർ ഇഷ്യൂസ് ഉണ്ട്. വലിയ ബോർഡർ ഇഷ്യൂസ് ഒന്നുമല്ല, ചെറിയ ബോർഡർ ഇഷ്യൂസ്. ദെൻ മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? ഹ്യൂമാനിറ്റേറിയൻ റിലേഷൻസ്, അതായത് മൈഗ്രേഷൻസ് റിലേറ്റഡ് ആയിട്ട്, ഇമിഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ റോഹിംഗ്യ, സോഷ്യോ ആൻഡ് കൾച്ചറൽ ഇഷ്യൂസ്. അങ്ങനെ ഈ 4 കാര്യങ്ങളിലാണ് നമുക്ക് പ്രോബ്ലംസ് ഉള്ളത്. എന്താണ് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. എന്താണ് വാട്ടർ ക്രൈസിസ് അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്? 2 മേജർ പ്രോബ്ലംസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് നദികൾ ഉത്ഭവിച്ചിട്ട് എങ്ങടേക്ക് പോകുന്നുണ്ട്? ബംഗ്ലാദേശിലൂടെ കയറിയിട്ട് ബേ ഓഫ് ബംഗാളിൽ വന്ന് ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു നദിയുടെ പേര് പറഞ്ഞേ. പ്രധാനപ്പെട്ട നദിയുടെ പേര് ആലോചിക്കണോ? വേണ്ട. ഗംഗ ഇന്ത്യയിൽ ഉത്ഭവിച്ച് നമ്മളുടെ ഹിമാലയത്തിൽ ഉത്ഭവിച്ചിട്ട് ഇന്ത്യയിലൂടെ ഒഴുകി ബംഗ്ലാദേശിലൂടെ ബേ ഓഫ് ബംഗാളിൽ വന്ന് വീഴുകയാണ്. സോ ഗംഗയുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? വെള്ളം എവിടെയൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ ഗോവയും കർണാടകയും തമ്മിലുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം പഠിച്ചു. ഏതായിരുന്നു പേര് പറഞ്ഞേ? ആ റിവറിന്റെ പേര് പറഞ്ഞേ. സമയമൊന്നുമില്ല, ഓർക്കാൻ സമയമില്ല, പെട്ടെന്ന് പറ. മാധേയി റിവർ അല്ലെങ്കിൽ മഹാദായി റിവർ. ഓർക്കുന്നുണ്ടോ? ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് നമ്മൾ പറഞ്ഞത്
ഓർക്കുന്നില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ വീഡിയോ ഒന്നും നോക്കാൻ പോകണ്ട, ഗൂഗിളിൽ മാധേയി റിവർ എന്ന് അടിക്കുക, എവിടെ കൂടിയാ ഒഴുകുന്നതെന്നൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ദെൻ തിരിച്ചു വരാം. അപ്പോ വെള്ളം എവിടെയൊക്കെ ഒഴുകുന്നുണ്ടോ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. സോ ഇവിടെയും പ്രശ്നമുണ്ട്. നമ്മളുടെ ഗംഗ റിവറുമായി ബന്ധപ്പെട്ട് ഗംഗ ബംഗ്ലാദേശിലേക്ക് എത്തുമ്പോൾ പത്മ എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോബ്ലം ഫറാക്ക ബാരേജ് അല്ലെങ്കിൽ ഫറാക്ക ഡാമുമായി ബന്ധപ്പെട്ടാണ്. അത് പെർട്ടിക്കുലർലി ഒരു ഡാം അല്ല, ഇതൊരു ബാരേജ് ആണ്. അതായത് ഗംഗയിൽ നിന്നുള്ള വെള്ളം നമ്മൾ തട കെട്ടിയിട്ട് അതിനെ ഡീവിയേറ്റ് ചെയ്യും. ചെറിയ ചെറിയ തടകൾ കെട്ടിയിട്ട്, ഡാം അല്ല പണിയുന്നേ, ചെറിയ ചെറിയ തടസ്സങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിനെ നമ്മൾ എന്തിലേക്ക് ഡീവിയേറ്റ് ചെയ്യും? ഹൂഗ്ലി നദിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. എന്തിനാ ഹൂഗ്ലി നദിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത്? മരിയക്ക് ഒഴുകി പോകുന്ന വെള്ളമല്ലേ, അത് ആ വഴി അങ്ങോട്ട് പോകില്ലേ. അതായത് കൊൽക്കത്ത പോർട്ട്, ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്ത പോർട്ട് ഈ സ്ലിറ്റ് അടിച്ചു കൂടുന്നത് വഴി, അല്ലെങ്കിൽ നമ്മളുടെ മണ്ണ് അടിഞ്ഞു കൂടുന്നത് വഴി ആഴം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത പോർട്ടിന്റെ ആഴം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അധികം വെള്ളം നമുക്ക് ഈ ഹൂഗ്ലി പോർട്ടിലേക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ കൊൽക്കത്ത പോർട്ടിന്റെ തീരത്തുള്ള ഹൂഗ്ലി നദിയിലേക്ക് വേണം. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഫറാക്ക ബാരേജ് ക്രിയേറ്റ് ചെയ്തത്. അതുവഴി ഹൂഗ്ലിയിലേക്ക് വാട്ടറിനെ ഡീവിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. മനസ്സിലായോ? മര്യാദയ്ക്ക് പത്മ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വെള്ളമാണ് നമ്മൾ ഹൂഗ്ലി നദിയിലേക്ക് തിരിച്ചുവിടുന്നത്. സമ്മതിക്കുമോ? ബംഗ്ലാദേശ് സമ്മതിക്കുമോ? ഇല്ല. അത് ഒരു ഹ്യൂജ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഫറാക്ക ബാരേജ് അത്ര വലിയ പ്രോബ്ലം അല്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറാക്ക ബാരേജ് ഇന്ത്യക്കും, ഇപ്പോൾ ഇന്ത്യയുടെ പട്ന റീജിയനിലൊക്കെ ഫ്ലഡ് വരാനായിട്ടുള്ള ഒരു കാരണങ്ങളൊക്കെ ആയിട്ട് ഫറാക്ക ബാരേജ് പല സയന്റിസ്റ്റും പറയുന്ന ഒരു കാര്യമാണ് ഫറാക്ക ബാരേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ടീസ്റ്റ റിവർ സെറ്റിൽമെന്റ് ആണ്. ടീസ്റ്റ റിവർ സെറ്റിൽമെന്റ്. ഓക്കെ, ടീസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീസ്റ്റ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിമിൽ ഉത്ഭവിക്കുന്ന, ഇന്ത്യയുടെ സിക്കിമിൽ ഉത്ഭവിച്ച് ബംഗാളിലൂടെ കടന്നു പോയിട്ട് എങ്ങടേക്ക് പോകുന്നു? ബംഗ്ലാദേശിലേക്ക് പോകുന്നു. പാവർ റിവറാണ്. സിക്കിമിൽ ഉത്ഭവിക്കുന്നു, ബംഗ്ലാദേശിലൂടെ കടക്കുന്നു, നേരെ എങ്ങടേക്ക് വരുന്നു? ബംഗ്ലാദേശിലേക്ക് വരുന്നു. പ്രശ്നമായോ? അതായത് നമ്മളുടെ നോർത്തേൺ ബംഗ്ലാദേശിന്റെ, നോർത്തേൺ ബംഗ്ലാദേശ് അല്ല, നോർത്തേൺ ബംഗാളിന്റെ ഒരു ജീവരേഖയാണ് ഈ ടീസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബംഗ്ലാദേശിന്റെ, അതായത് നോർത്തേൺ ബംഗ്ലാദേശിന്റെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊമിനന്റ് റിവറാണ് ഈ ടീസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ടീസ്റ്റയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോ ഇന്ത്യക്ക് വേണമെങ്കിൽ സിക്കിമിൽ ഒരു ഡാം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടെ, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടെ നമുക്ക്. പക്ഷേ ആര് സമ്മതിക്കില്ല? നമ്മുടെ ബംഗ്ലാദേശ് സമ്മതിക്കില്ല, കാരണം അവിടേക്ക് വരേണ്ട വെള്ളമാണ്. അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ്. ഷെയ്ഖ് ഹസീന വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ പ്രശ്നം വന്നല്ലോ. വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട്, നമ്മൾ ഇന്ത്യയും ബംഗ്ലാദേശും ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമുക്കൊരു ജോയിന്റ് റിവർ കമ്മീഷൻ അല്ലെങ്കിൽ ജോയിന്റ് റിവർ കോർപ്പറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, JRC നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 1972 അങ്ങനെ ജോയിന്റ് റിവർ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തു. 1972 വരെ, 72 മുതൽ JRC ഉണ്ട്. JRC ആണ് മേജർ ആയിട്ടുള്ള റിവർ സെറ്റിൽമെന്റുകൾ അല്ലെങ്കിൽ റിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ ടീസ്റ്റ സെറ്റിൽമെന്റ് എല്ലാം നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ ടീസ്റ്റ റിവർ എന്താണെന്ന് മനസ്സിലായല്ലോ, ഈ രണ്ട് പ്രോബ്ലം മനസ്സിലായല്ലോ. സോ റിവർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ബോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് എന്ത്? ബംഗ്ലാദേശ്. ഓക്കെ, സോ ബംഗ്ലാദേശുമായിട്ട് ലാർജസ്റ്റ് ബൗണ്ടറി ഉണ്ടാകുമ്പോൾ ബൗണ്ടറിയുടെ ചില സ്ഥലങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ എപ്പുറത്തേക്കാണ് എന്നുള്ളതൊക്കെ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരും, അല്ലെങ്കിൽ നോക്കേണ്ടി വരും. അപ്പൊ എന്താണ് അത്? ഒരു ഹ്യൂജ് പ്രോബ്ലം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ റിസോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2014 16 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു 111 എൻക്ലേവുകൾ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുകയും അവിടെ നിന്ന് ഒരു 54 എൻക്ലേവുകൾ ഇന്ത്യയിലേക്ക് വാങ്ങിക്കുകയും ചെയ്തത്. എൻക്ലേവുകൾ എന്താണ്? എൻക്ലേവുകൾ നമ്മൾ പലചരക്ക് കടയിൽ കിട്ടുന്ന സാധനമാണോ? അല്ല. എൻക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ ബംഗ്ലാദേശ് റീജിയൻ കയറി കിടപ്പുണ്ടാവും. അതായത് ഒഫീഷ്യൽ ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യൻ രേഖയിൽ, ഇന്ത്യൻ ഭൂമിയിൽ ബംഗ്ലാദേശ് ടെറിട്ടറികൾ കുറച്ച് കയറി കിടക്കുന്നുണ്ടാവും. തിരിച്ചു സംഭവിക്കാം, ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിൽ ഇന്ത്യയുടെ ചില ടെറിട്ടറിയിലും ചില സെറ്റിൽമെന്റുകളും കയറി കിടക്കുന്നുണ്ടാവാം. സോ അങ്ങനെയുള്ളതിനെയാണ് എൻക്ലേവുകൾ എന്ന് പറയുന്നത്. ആ എൻക്ലേവുകൾ 111 നമുക്ക് ആർക്ക് തിരിച്ചു കൊടുത്തു? ബംഗ്ലാദേശിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് 51 എൻക്ലേവുകൾ നമുക്ക് തിരിച്ചു തന്നു. ഇനി മുതൽ ആ 54ലും ഇന്ത്യൻ സ്ഥലങ്ങളായിട്ട് അംഗീകരിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ബോർഡർ വരയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇതിനെയാണ് എൻക്ലേവുകൾ എന്ന് പറയുന്നത്. സോ 2014 അങ്ങനെ ഒരു മേജർ ചേഞ്ച് നമ്മളുടെ ബോർഡർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തി. അത്ര വലിയ ബോർഡർ ഡിസ്പ്യൂട്ടുകളൊന്നും ഇന്ത്യയും ആരുമായിട്ടില്ല, ബംഗ്ലാദേശുമായിട്ടില്ലല്ലോ. നമുക്ക് ഡിസ്കഷനിലൂടെയൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചൈനയുമായിട്ടുള്ള LOC പോലെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് സെറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നമ്മൾ തമ്മിലുള്ളൂ. ഓക്കെ, ദെൻ ലാൻഡ് ബൗണ്ടറി ഞാൻ പറഞ്ഞു, 51 നമ്മൾ തിരിച്ചു വാങ്ങിച്ചു എൻക്ലേവുകൾ. ദെൻ മാരിടൈം ബൗണ്ടറിയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവരായിട്ട് ക്രിയേറ്റ് ചെയ്യാറില്ല. കാരണം മാരിടൈം ബൗണ്ടറി കുറച്ചും കൂടി സേഫസ്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. അതായത് ബിറ്റ്വീൻ നേഷൻസ് നോക്കുകയാണെങ്കിൽ സേഫസ്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട് ബോർഡേഴ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കാരണം നമ്മളുടെ കടലാണ് നമ്മളുടെ രണ്ടിന്റെയും ഇടക്ക്. ദെൻ ഇന്നത്തെ പത്രത്തിൽ തന്നെ വേറൊരു വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ ഒഡീഷയിൽ നിന്ന് പോയ കുറച്ച് പേരെ ചൈനയുമായിട്ടുള്ള ഒരു റൈസിംഗ് ട്രെൻഡ് നമ്മൾ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളുടെ നെയ്ബറിംഗ് കൺട്രീസ്. ആരും ബംഗ്ലാദേശും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എക്കോണമിക്സ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ചീപ്പർ കോസ്റ്റിലുള്ള ഗുഡ്സ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ ലാഭം? തീർച്ചയായിട്ടും ചൈനയാണ് ലാഭമായിട്ട് വരിക. അവിടെ മാസ് പ്രൊഡക്ഷൻ ഉണ്ട്. സോ എക്കോണമിക് ടൈസുമായിട്ടുള്ള ബംഗ്ലാദേശ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഒരു ബിഗസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ തന്നെയാണ്. ഇന്ത്യയെ പോലെ തന്നെ ഒരു ട്രേഡിംഗ് പാർട്ണർ തന്നെയാണ് ചൈനീസും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ദെൻ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ടുകൾ നമ്മളുടെ ചിറ്റഗോങ് മ്യാൻമറൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റോഡും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും. ദെൻ ഡിഫൻസ് റിലേഷൻ ഞാൻ പറഞ്ഞു, ചൈനയുമായിട്ട് മേജർ എന്ത് ചെയ്യുന്നു? ഹാർഡ്വെയേഴ്സും മിലിറ്ററി എക്യുപ്മെന്റുകളൊക്കെ ബംഗ്ലാദേശ് വാങ്ങിക്കുന്നത് എവിടെയാണ്? ചൈനയിൽ നിന്നാണ്. ഓക്കെ, കാരണം ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് കുറച്ചും കൂടി ചീപ്പർ റേറ്റിൽ ആര് കൊടുക്കുന്നു? ചൈന കൊടുക്കുന്നു. സോ എന്തായാലും അവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നതല്ലേ ലാഭം. പ്രശ്നം മനസ്സിലായല്ലോ, ചൈനീസ് ഫാക്ടർ. ദെൻ കൾച്ചറൽ ബോണ്ട് എന്താ? നമ്മളുടെ ആരാ മേജർ അമർസോന ബംഗ്ല, അതായത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മളുടെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്ന ആള് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അമർസോന ബംഗ്ല എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും ഇന്ത്യയുടെ ദേശീയ ഗാനവും രചിച്ചത് ഒരാൾ തന്നെയാണ്. സോ അത്രയും കൾച്ചറൽ ടൈ. കാരണം നമ്മളുടെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് ഒരു വരയ്ക്കപ്പുറം. ആർക്കാനും ഉടമയോ ഒരാത്തൊരാ ഭൂപടത്തിന്മേൽ വരയ്ക്കും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ? രവീന്ദ്രനാഥ് ചോദിച്ചത് അങ്ങനെ തന്നെയാണ്. അതിർത്തികളുടെ വരകളെല്ലാം മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അദ്ദേഹവും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത്രയും കൾച്ചറൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ കോർപ്പറേഷൻ ആരുമായിട്ടുണ്ട്? നമുക്ക് നമ്മളുടെ ബംഗ്ലാദേശുകാരുമായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം കിടക്കുന്നത് ഈ റോഹിംഗ്യൻ മുസ്ലിംസിന്റെയും മൈഗ്രേഷന്റെയും പ്രോബ്ലംസ് ആണ്. അതായത് മ്യാൻമറിൽ നിന്ന് കുടിയേറുന്ന റോഹിംഗ്യൻ മുസ്ലിംസിന്റെ കാര്യത്തിലും ദെൻ മൈഗ്രേഷൻ. കാരണം ഇപ്പൊ ബംഗാളിലേക്ക് കുടിയേറി എന്തെങ്കിലും ഒരു കുടിയേറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും അഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിനെയാണ്. കാരണം ബംഗ്ലാദേശിലേക്കും അത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബംഗാൾ സ്വദേശികളായിട്ടുള്ള ഭായിമാരില് കുറെ അധികം ആളുകൾ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ളവരായിരിക്കും. ഓക്കെ, പറയുന്നത് ചില കണക്കുകളൊക്കെ പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് കുടിയേറുകയും അവിടെ നിന്ന് അവരൊരു കാർഡ് ഉണ്ടാക്കും. എന്താണ്? ആധാർ കാർഡ്, ഫേക്ക് ആധാർ കാർഡുകൾ, കൗണ്ടർഫീറ്റഡ് ആധാർ കാർഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും ദെൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ജോലി തേടി പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഷെയ്ഖ് ഹസീനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ കുറച്ചും കൂടി ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്തു. ദെൻ അവിടെ തന്നെ അഡിഡാസ് അടക്കമുള്ള ദെൻ പ്യൂമ അടക്കമുള്ളവരൊക്കെ എന്ത് ചെയ്തു? ഫാക്ടറീസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡുകളൊക്കെ മാറി വരുന്ന കാലഘട്ടങ്ങളിലാണ് ഒരു മിലിറ്ററി കൂപ്പ് വന്നത്. അതിന്റെ ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മളുടെ ഈ ഒരു ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നത്.
ഓക്കെ. സോ ഇപ്പൊ കറന്റ് എന്താ അവസ്ഥ? ഇപ്പൊ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ററിം ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ആളാണ് ഇപ്പൊ കറന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ എന്താണ് ഒരു എക്കോണമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3%ലാണ് അവരുടെ ഗ്രോത്ത്. 2.6 2.7%ിലൊക്കെയാണ് ബംഗ്ലാദേശിന്റെ ഗ്രോത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനിൽ നിന്ന് ഇനി ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗോ ഒരു പ്രിലിംസ് ക്വസ്റ്റനോ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കില്ലേ? ഡിസ്കഷൻ കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇന്നലെ ഞാൻ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് കുറച്ച് നാളായിട്ട് വാർത്തയിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓപ്പൺ എഡിറ്റോറിയൽ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു കോയിൻസിഡൻസ് ആണ്, ഞാൻ പറഞ്ഞു വരുത്തിച്ച കാര്യമൊന്നുമല്ല. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മിസ്സിംഗ് ലിങ്ക് ഇൻ ഇന്ത്യസ് ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ്. ഇന്ത്യയിൽ നമ്മൾ ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക് ബാറ്ററീസും ഒരുപാടായിട്ട് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിക് കാറുകളാണെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടറുകളാണെങ്കിലും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലുള്ള ബാറ്ററീസിനെ കൃത്യമായിട്ട് റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. ഈ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റൂൾ ഉണ്ട്, ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ, പെർട്ടിക്കുലർലി ഈ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. 2023 ഇങ്ങനെ ഒരു നിയമം ക്രിയേറ്റ് ചെയ്തത്. എന്ത്? ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2023. ഇത് പ്രകാരം ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ഒരു റൂള് പ്രകാരം എന്താണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി, പ്രൊഡ്യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് നമ്മൾ ഇതിന് വെച്ചു. അതായത് പ്രൊഡ്യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുത്തുക എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പൈസ വാങ്ങുക, പോക്കറ്റിലേക്ക് ഇടുക എന്ന് മാത്രമല്ല, എൻവിറോൺമെന്റിന് അത് എന്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എൻവിറോൺമെന്റിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ കുറയ്ക്കുക എന്നുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റിയും ആരിലേക്ക് ഏൽപ്പിച്ചു? നമ്മൾ പ്രൊഡ്യൂസറിലേക്ക് ഏൽപ്പിച്ചു. ഓക്കെ. അത് പ്രകാരം പ്രൊഡ്യൂസർ എന്ത് ചെയ്യണം? ഞാനൊരു ബാറ്ററി ഉണ്ടാക്കുന്ന ആളാണ്, അതായത് ഞാനൊരു ബാറ്ററി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി, മാത്യൂസ് ലിഥിയം ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ബാറ്ററി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ ഇടുകയല്ല ചെയ്യുന്നത്. ഈ ബാറ്ററി ആളുകളിലേക്ക് എത്തിയെന്നും അതിന്റെ സമയം അവസാനിച്ചു കഴിയുമ്പോൾ അത് കൃത്യമായി റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കൂട്ടിയിട്ട് ഞാൻ ഉറപ്പുവരുത്തണം. അതെങ്ങനെ ഞാൻ ഉറപ്പുവരുത്തും? റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ എങ്ങനെ ഉറപ്പുവരുത്തും? ഞാൻ റീസൈക്കിൾ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, റീസൈക്കിൾ ചെയ്യുന്നവരായിരിക്കാം, അവർക്ക് ഞാൻ പൈസ കൊടുക്കും. ഞാൻ ഒരു നിശ്ചിത തുക റീസൈക്കിൾ ചെയ്യുന്നവർക്ക് കൊടുക്കുകയും അവരെനിക്ക് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ സർട്ടിഫിക്കറ്റ് തന്നെ, EPR സർട്ടിഫിക്കറ്റ് എനിക്ക് തിരിച്ചു തരണം. ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പനിയിലെ മാത്യുവിന്റെ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ഞാൻ മാത്യുവിന്റെ കമ്പനിയിലെ ഇത്ര പ്രൊഡക്റ്റുകൾ തിരിച്ചു വന്നുകയും അത് റീസൈക്കിളുകൾ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തിരിച്ചു തരണം. അപ്പോഴാണ് എന്റെ എന്ത് തീരുക? മാത്യു എന്ന പ്രൊഡ്യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി തീരുക. സോ അങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്തു എന്തിനെ? പ്രൊഡ്യൂസറിന്റെ റെസ്പോൺസിബിലിറ്റിയെ. ഏത് ആക്ട് പ്രകാരം? ഏത് റൂൾസ് പ്രകാരം? ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. അത് ഗംഭീരമായിട്ടൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. കാരണം ഇത് റീസൈക്കിൾ ചെയ്യാനും, ഇന്നലെ നമ്മൾ പറഞ്ഞത് റിപ്പയറിങ്ങിനെ കുറിച്ചിട്ടാണ്. റിപ്പയർ ചെയ്യാനായിട്ടും റീസൈക്കിൾ ചെയ്യാനായിട്ടും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരുപാട് എക്കോളജിക്കൽ ആൻഡ് എൻവിറോൺമെന്റ് പ്രോബ്ലംസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഏത് പോയിന്റ് ഓഫ് വ്യൂവില്? നമ്മളുടെ ബാറ്ററി വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവില്. കാരണം ഇതിൽ ഹൈലി റയർ എർത്ത് എലമെന്റുകളും ക്രിറ്റിക്കൽ മിനറലുകളുമാണ് ഉള്ളത്. ഒന്ന് നിക്കൽസ് ഉണ്ട്, കാഡ്മിയം ഉണ്ട്, അങ്ങനെയുള്ള മിനറലുകളാണുള്ളത്. അത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനെ സഹായിക്കും. അതായത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ ആണോ? സോ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. വളരെ നല്ല കാര്യം, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ റീസൈക്കിൾ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടോ? എത്രയാണ് പൈസ കൊടുക്കുന്നത്? ആ പൈസ കൊടുക്കുന്നത് കുറവാണോ അല്ലേ? അതാണ് ഇവിടുത്തെ മേജർ പ്രോബ്ലം. ഇപ്പോൾ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രൊഡ്യൂസറുടെ റെസ്പോൺസിബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളൊരു സ്ഥലത്ത് തീരില്ല. പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അത് റീസൈക്കിൾ ചെയ്യുമ്പോൾ
അതിനും പ്രൊഡ്യൂസർ റെസ്പോൺസിബിൾ ആണ്. കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പ്രൊഡ്യൂസർ ഉറപ്പുവരുത്തണം. അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആര്? റീസൈക്കിൾ ചെയ്യുന്ന ആള് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്താണ് പറയുന്ന EPR സർട്ടിഫിക്കറ്റ്, എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ, ദെൻ ഇവിടുത്തെ മേജർ പ്രോബ്ലം എന്താണ്? ദ ഇൻഅഡക്വേറ്റ് പ്രൈസിങ്. പ്രൈസിങ് ഇൻഅഡക്വേറ്റ് ആണ്. കാരണം എന്താണ്? ഇതിന് ടു ലോയാണ്. ഇപ്പോ ഈ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നത് യുകെയുടെ EPR റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 600 രൂപയാണ് അവിടെ ഒരു കിലോ ബാറ്ററി റീസൈക്കിൾ ചെയ്യുന്നതിന് കൊടുക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അത് ഒരു 100 രൂപ 120 രൂപയുടെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ പർച്ചേസിംഗ് പവർ പാരിറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഹ്യൂജ് ഡിഫറൻസ് ഇന്ത്യയും യുകെയും തമ്മിലുണ്ട്. ദെൻ എന്താണ്? ഹൈ റീസൈക്ലിംഗ് കോസ്റ്റ്. റീസൈക്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്യുന്നതിന് ഒരുപാട് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ദെൻ അതൊരു ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞു, റിപ്പയറിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 3 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിട്ട് വരുന്നവരാണോ? അല്ല. ആരാണ്? പരമ്പരാഗതമായിട്ട് കിട്ടുന്ന അങ്ങനെയുള്ള ഇൻഫോർമൽ സെക്ടേഴ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഫേക്ക് EPR സർട്ടിഫിക്കറ്റ്. മാത്യു ഒരു 10 ലക്ഷം പ്രൊഡക്ട്സ് ഉത്പാദിപ്പിച്ചു, അതെല്ലാം റീസൈക്കിൾ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഫേക്ക് EPR സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയില്ലേ? കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ ഫേക്ക് ചെയ്യാനായിട്ട്, കാരണം ഇൻഫോർമൽ സെക്ടറിലാണ് കൃത്യമായിട്ടൊരു ഹൈറാർക്കിയുടെ അണ്ടറിൽ ഒരു പ്രൊസീജിയറിലൊന്നും അല്ല ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇൻഫോർമൽ സെക്ടറിലാണ് മെജോറിറ്റി നടക്കുന്നത്. പ്രൊസീജിയറിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്, ഇല്ലാന്നല്ല. മെജോറിറ്റി നടക്കുന്നത് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. സോ അത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിലേക്ക് പോകാനായിട്ടും ദെൻ ഫേക്ക് EPR സർട്ടിഫിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ രോഗം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതിന് ഉത്തരം കൊടുക്കണം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് നമ്മൾ പറയണം. എങ്ങനെ നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിങ് അഡക്വേറ്റ് ആക്കുക, അല്ലെങ്കിൽ പ്രൈസിങ് കൃത്യമാക്കുക. പ്രൈസിങ് കൃത്യമാക്കി കഴിഞ്ഞാൽ ആരാണ് ഈ പ്രൈസ് പേ ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ റീസൈക്കിൾ ചെയ്യുന്ന ആളുകൾക്ക് പൈസ കൊടുക്കേണ്ടത്. എന്നാലല്ലേ അവർ EPR സർട്ടിഫിക്കറ്റ് തരുള്ളൂ. ആ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി പ്രൊഡക്റ്റിന്റെ പൈസ കൂടുമോ? അതായത് ഞാനൊരു ബാറ്ററി 100 രൂപയ്ക്ക്, ഞാനൊരു കൺസ്യൂമർ 100 രൂപയ്ക്ക് ഞാനൊരു ബാറ്ററി വാങ്ങിച്ചു. അതിൽ ഉൽപ്പാദിപ്പിക്കുന്നവന്റെ ലാഭം കൂടെ അടങ്ങിയിട്ടാണ് 100 രൂപയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് അവന്മാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. EPRന്റെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ MRPയിൽ കൂടുമോ? തീർച്ചയായിട്ടും MRPയിൽ കൂടും. പക്ഷെ ഇവിടെ പറയുന്നത് എത്ര രൂപയാണോ ഒരു ക്യാപിറ്റലിസ്റ്റ് ചെലവാക്കുന്നത്, അത് കുറഞ്ഞോ കൂടിയോ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് എന്തായാലും പോയിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കാലമായിട്ട് മെറ്റൽ പ്രൈസിന്റെ ഡിക്ലൈൻ, അതായത് മെറ്റൽ പ്രൈസ് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രൈസ് കൂട്ടി. പക്ഷെ ഇപ്പൊ മെറ്റൽ പ്രൈസ് ഡിക്ലൈൻ സ്റ്റേജിലാണ്. മെറ്റലിന്റെ പ്രൈസ് കുറഞ്ഞു വരികയാണ്. പക്ഷെ ആ കുറവ് നമ്മൾ കൺസ്യൂമറിലേക്ക് പ്രൊഡ്യൂസേഴ്സ് കൊടുത്തിട്ടില്ല. ഓക്കെ, the manufacturers have not passed these savings to consumers. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റിക്ക് നമ്മുടെ ഫ്ലോർ പ്രൈസിംഗിൽ കൊടുക്കുന്ന പ്രൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആക്ച്വൽ കോസ്റ്റിൽ വലിയ മാറ്റമൊന്നും വരില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ കുറവാണ്. കാരണം ഒരിക്കലും ഏതെങ്കിലും ഒരു ക്യാപിറ്റലിസ്റ്റ് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നാടിനെ സേവിക്കാനായിട്ട് ഇറങ്ങുന്നവരുണ്ടാകാം. ടാറ്റ അടക്കമുള്ളവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ദെൻ കോസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നമുക്ക് ഈ കോസ്റ്റ് അസൈൻ ചെയ്യാൻ പറ്റുക. ദെൻ ഒന്നാമത്തെ പ്രോബ്ലം കോസ്റ്റ് ആയിരുന്നല്ലോ. ദെൻ ഹൈ റീസൈക്ലിംഗ് കോസ്റ്റ്, അതും ഇവിടെ അഡ്രസ് ചെയ്ത് പെടുമല്ലോ. കാരണം അവർക്ക് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നവും തീരുമല്ലോ. ദെൻ മാർക്കറ്റ് ഡിസ്റ്റോർഷൻ, മൂന്നാമത്തെ പോയിന്റിന് നമ്മൾ എന്ത് സൊല്യൂഷൻ പറയും? ഇൻഫോർമൽ ആൻഡ് ഫ്രോഡ്യൂലന്റ് റീസൈക്ലേഴ്സ് ഫ്ലറിഷ്. ഇൻഫോർമൽ സെക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ്ഡ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക, സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്.
സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മോണിറ്ററി മെക്കാനിസങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. സ്ട്രിഞ്ചന്റ് മോണിറ്ററി മെക്കാനിസം ആൻഡ് അഡക്വേറ്റ് ഓഡിറ്റ്സുകളും നമ്മൾ കൃത്യമായിട്ട് നടപ്പാക്കുക. ഈ കാര്യങ്ങൾ നടപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ലഘൂകരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? സോ നമുക്ക് ഇനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു MiG-21. ടൈറ്റിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. MiG-21 കുറിച്ചിട്ടുള്ളതാണ് ഈ വരുന്ന ആർട്ടിക്കിൾ. അതായത് നമ്മളുടെ MiG-21 വിമാനങ്ങൾ നമ്മളുടെ പഴയ മുത്തശ്ശനായിട്ടുള്ള വിമാനങ്ങളാണ്. അതിനെല്ലാം നമ്മൾ റിട്ടയർ ആക്കുകയാണ്. ഇനി നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകണ്ട. നിങ്ങൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഉപകരണങ്ങളായിട്ടും ആളുകൾക്ക് കാണാനായിട്ടുള്ള ഉപകരണങ്ങളാക്കി മാറ്റി വെക്കുകയാണ്. കാരണം പ്രായമായി ഒരുപാട് കാലം നമ്മളുമായിട്ട് സർവീസ് ചെയ്തു. 1962 മുതൽ നമ്മളുടെ ഇന്ത്യയിൽ MiG-21 വിമാനങ്ങളുണ്ട്. ദെൻ ഇപ്പോ ഒരു 2 സ്ക്വാഡ്രൺ വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ക്വാഡ്രൺ NCCയിലും SPCയിലൊക്കെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? എന്താ സ്ക്വാഡ്രൺസ്? സ്ക്വാഡ്രൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ. നിങ്ങൾ പ്ലട്ടൂൺ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ പരേഡ് എന്ന് പറയില്ലേ, അതുപോലെ ഒരു കൂട്ടം ആളുകളെയാണ് സ്ക്വാഡ്രൺസ് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ഒരു കൂട്ടം യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന 2 സ്ക്വാഡ്രൺസ്, ഏകദേശം 18 മുതൽ 19 വിമാനങ്ങളായിരിക്കും ഒരു സ്ക്വാഡ്രണിൽ നോർമലി ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ 2 സ്ക്വാഡ്രൺസ് മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ. അതിൽ ആ 2ഉം നമ്മൾ ഈ സെപ്റ്റംബറോട് കൂടിയിട്ട് നമ്മൾ റിട്ടയർ ചെയ്യിപ്പിക്കും. ഇനി MiG-21 വിമാനങ്ങൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ ഇതിനെ കുറിച്ചിട്ട് വാർത്ത വന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1962 ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ആദ്യ യുദ്ധത്തിന് ശേഷമാണ് നമ്മളുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ MiG-21 വിമാനങ്ങൾ നമ്മളുടെ ആരുടെ കയ്യിൽ നിന്ന്? റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. ഇറ്റ്സ് എ സൂപ്പർ സോണിക് മിസൈൽസ്, സൂപ്പർ സോണിക് ഏവിയേഷൻ എയർക്രാഫ്റ്റ്. എന്താണ് ഈ സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നല്ല സൂപ്പർ വിമാനങ്ങളാണെന്നാണോ? അല്ല. സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും. ശബ്ദത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും. ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? മാക് എന്നാണ് ശബ്ദത്തിന്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക് എന്നാണ് പറയുന്നത്. സോ ശബ്ദത്തിനേക്കാൾ വേഗതയിൽ, ഇപ്പോ ശബ്ദത്തിനേക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്, ശബ്ദത്തിനേക്കാൾ 2 മടങ്ങ് വേഗതയിൽ. അതിനെ ശബ്ദത്തിന്റെ വേഗതയ്ക്ക് അനുസരിച്ച് നമ്മൾ സൂപ്പർ സോണിക്, ഹൈപ്പർ സോണിക് വിമാനങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ സൂപ്പർ സോണിക് വിമാനങ്ങളാണ് ഈ MiG-21 വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1962 മുതൽ. ദെൻ മേജർ വാറുകളെല്ലാം ഈ നമ്മൾ ജയിച്ചിട്ടുള്ളത് നമ്മളുടെ ഈ MiG-21 വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ്. 65 വാറ്, 71 വാറ്, ബംഗ്ലാദേശ് വാറ്. ദെൻ വേറെ ഏതാണ് വാർ ഉണ്ടായിരുന്നത്? 99 കാർഗിൽ വാറ്, കാർഗിൽ വിജയ് ദിവസ് നമ്മൾ കഴിഞ്ഞ മാസം ആഘോഷിച്ചു, കാർഗിൽ വാറ്. ദെൻ ഈവൻ നമ്മളുടെ 2019 ബാലാക്കോട്ട് ആക്രമണം ഉണ്ടായിരുന്നല്ലോ. തിരിച്ചടിക്കാനായിട്ട് നമ്മളുടെ ഒരു 2 MiG-20 വിമാനങ്ങൾ തിരിച്ച് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ആരാണ്? അഭിനന്ദൻ വർത്തമാൻ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ കാലഘട്ടം? എന്നിട്ട് അഭിനന്ദൻ വർത്തമാൻ അവിടുത്തെ ഒരു ഫൈറ്റർ ജെറ്റിനെ അടിച്ചിട്ട് വരുന്ന സ്ഥിതിക്ക് നമ്മളുടെ ഫൈറ്റർ ജെറ്റ് അവിടെ ഇടിച്ചു വീഴുകയാണല്ല, പാകിസ്ഥാൻ അതിനെ താഴെ ഇടുകയും അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ? സോ അതിന് യൂസ് ചെയ്ത വിമാനമാണ് ഈ MiG-21 വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള വാറുകളിൽ MiG-21 വിമാനം. ഇനി നമ്മളുടെ കയ്യിൽ ഏതൊക്കെ മെഷീൻസ് ഉണ്ട്? എയർക്രാഫ്റ്റിന്റെ രൂപത്തിലാണെങ്കിൽ, ഫൈറ്റർ എയർക്രാഫ്റ്റിലാണെങ്കിൽ ഏതൊക്കെ ഉണ്ട്? നമുക്ക് MiG-21 പോയി. നമുക്കിനി ഒരു മിറാഷ് ഉണ്ട്. ദെൻ പഴയൊരു ജാഗ്വർ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ജാഗ്വർ ഉണ്ട്, മിറാഷ് ഉണ്ട്, ദെൻ റഫേൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പൊ ജാഗ്വർ ആണെങ്കിലും മിറാഷ് ആണെങ്കിലും, മിറാഷ് കുറച്ചും കൂടി പ്രവർത്തിക്കുന്ന എയർക്രാഫ്റ്റുകളാണെന്ന് തോന്നുന്നു, ഫൈറ്റർ ജെറ്റുകളാണെന്ന് തോന്നുന്നു. നമ്മളുടെ ഈ ജാഗ്വറും കുറച്ച് പഴയതായിട്ടുള്ള കാര്യങ്ങളാണ്. ജാഗ്വറും 1975 മുതലൊക്കെ നമ്മളുടെ കയ്യിലുള്ളതാണ് ജാഗ്വർ. സോ MiG-21 ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ നിർത്തുകയാണ്. കുറച്ച് കാലമായിട്ട് ഈ MiG-21 ഓടിക്കുന്ന പൈലറ്റ്സുകളെല്ലാം എന്തെങ്കിലും അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നുണ്ട്. ഫ്ലൈയിങ് കോഫീൻസ് എന്നാണ് ഇത് 2000 മുതൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട്. പറക്കുന്ന ശവമഞ്ചലം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആക്സിഡന്റുകൾ ഇൻക്രീസ് ചെയ്യുകയാണ്. രാജസ്ഥാനിൽ വെച്ചിട്ട് കഴിഞ്ഞ 2023 24 ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ദെൻ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടും ആ വർഷം തന്നെ, അതായത് നമ്മൾ രാജസ്ഥാനിൽ വെച്ചിട്ട് ഒരു ഇത് നടത്തുകയായിരുന്നു, നമ്മളുടെ ഒരു ഫ്ലൈയിങ് എക്സർസൈസ് നടത്തുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ പെട്ട് MiG-21 ഒരു പൈലറ്റ് മരിക്കുന്നുണ്ടായിരുന്നു. ദെൻ ഇപ്പൊ കറന്റ് ഞാൻ പറഞ്ഞു 2 ആക്റ്റീവ് സ്ക്വാഡ്രൺസ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പോ ഇനി ടോട്ടല്
31 ആക്റ്റീവ് സ്ക്വാഡ്രൻസ് ഉണ്ടായിരുന്നു. അതിൽ 2 സ്ക്വാഡ്രനുകളെ നമ്മൾ ഒഴിവാക്കി. ഇതിപ്പോ 29 സ്ക്വാഡ്രൻസ് ഉള്ളൂ. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 42 സ്ക്വാഡ്രൻസ് വരെ ആകാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ MiG-20 ബൈസൺ സ്ക്വാഡ്രൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബൈസൺ സ്ക്വാഡ്രനിൽ പാന്തേഴ്സ് ആൻഡ് കോബ്രാസ്, സ്ക്വാഡ്രൻ നമ്പർ 23 പാന്തേഴ്സും ക്വാർട്ടർ നമ്പർ 3 കോബ്രാസ്, അങ്ങനെ 2 പേരുകളിലാണ് ഈ 2 സ്ക്വാഡ്രൻസും അറിയപ്പെടുന്നത്, പാന്തേഴ്സ് ആൻഡ് കോബ്രാസ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ദെൻ എന്താണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചലഞ്ചസ്? അതായത് നമ്മളിവിടെ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യുന്നത് പ്രൊക്യൂർമെന്റ് ചലഞ്ചസ് ആണ്. അതായത് ഈ കരാറുകൾ നമ്മൾ ഒപ്പിടുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മളൊരു എയർക്രാഫ്റ്റ് വാങ്ങിക്കാനായിട്ടുള്ള കരാറുകൾ നമ്മൾ ഒപ്പിടുന്നു. ദെൻ ഇന്ത്യയിൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ സമയത്തല്ല ഇത് തരുന്നത്. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ഇരിക്കുന്ന സദസ്സിൽ നമ്മളുടെ നേവിയുടെ എയർഫോഴ്സിന്റെ ചീഫ് തന്നെ ഈ ഒരു വിമർശനം ഉന്നയിച്ചു. നമ്മളുടെ പ്രൊക്യൂർമെന്റും ഇൻവെസ്റ്റ്മെന്റും, അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റും തിരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കൃത്യമായിട്ടുള്ള ടൈമിലല്ല, ഡിലേ ഉണ്ട്. അതാണ് മേജർ പ്രോബ്ലം ഇവിടെ ഉള്ളത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണെങ്കിൽ ഒരു വർഷം 24 എയർക്രാഫ്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. സോ അത് ഇൻക്രീസ് ചെയ്യണം. ദെൻ അവർ ഉണ്ടാക്കുന്നത് പലതും നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും 2-3 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 2019 എൻഡ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളുണ്ട്. ദെൻ നമ്മൾ പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, അതായത് റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ പ്രൊക്യൂർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസ് കാരണവും അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഡിലേസ് കാരണവും കൃത്യമായിട്ടുള്ള ഒരു കമ്മീഷനിങ് എന്തിലേക്ക് നടക്കുന്നില്ല, നമ്മളുടെ ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റിലേക്ക് നടക്കുന്നില്ല. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. കാരണം നമ്മളുടെ ഓരോ വിമാനത്തിനും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ചൈന അതിനനുസരിച്ചിട്ട് നല്ല ഉഗ്ര വിമാനങ്ങൾ അവിടെ മറ്റേ വെള്ളയപ്പങ്ങാട്ടിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് പോലെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ പ്രൊക്യൂർമെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇനി പോകരുത്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മളുടെ ഡിഫൻസ് സെക്യൂരിറ്റിയിൽ എത്ര വെച്ചിരിക്കുന്നത്? 70 എബോവിലേക്ക് വെച്ചിരിക്കുന്നത്. 51 ഒന്നും അല്ല ഡിഫൻസ് സെക്യൂരിറ്റിയിൽ, 70 എബോവ് ആണ്. എനിക്ക് തോന്നുന്നു 90% നടത്താം എന്നുള്ള രീതിയിലേക്ക് തന്നെ എന്ത് പോയിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക എന്താണ് നമ്മളുടെ ഈ MiG-21 വിമാനങ്ങൾ എന്നുള്ളതൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുക. റഷ്യ ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. മേജർ പ്രോബ്ലം ഈ പ്രൊക്യൂർമെന്റ് റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ മ്യാൻമർ റിലേഷൻസ്, അല്ലെങ്കിൽ റീ ഇമാജിനിങ് ഇന്ത്യാസ് മ്യാൻമർ പോളിസി. ഓർക്കുന്നുണ്ടോ മ്യാൻമർ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മ്യാൻമറിൽ നിന്നുള്ള കുറച്ച് അഭയാർത്ഥികൾ മിസോറമിലേക്കും അതിനടുത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ഓർത്തേ. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ഓർക്കണം നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഇന്ത്യയും മ്യാൻമറുമായിട്ടുള്ള റിലേഷൻസ് പണ്ട് തുടങ്ങി, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 1935 മുതലാണ് എന്ത് ചെയ്തേ, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ് ഇന്ത്യയിൽ നിന്ന് മ്യാൻമർ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇന്ത്യയുമായിട്ട് കൾച്ചറൽ ടൈസ് ഉണ്ടായിരുന്നു, ബുദ്ധിസം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ദെൻ 3 പ്രൊജക്ടുകൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതാണ്? അതിലൊരു പ്രൊജക്ട് പറ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ഏതാ? എന്റെ അല്ല, ഇന്ത്യയുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ട്. കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ട് ഇന്ത്യയുടെ കൊൽക്കത്ത പോർട്ടിൽ നിന്ന് മ്യാൻമറിലെ സിത്വേ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന മൾട്ടി മോഡൽ. എന്തുകൊണ്ടാണ് മൾട്ടി മോഡൽ എന്ന് പറയുന്നത്? അതായത് ഷിപ്പ് ത്രൂ മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ. സിത്വേ പോർട്ടിൽ സാധനങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് എങ്ങടേക്ക്, അവിടെ നിന്ന് ഒരു ചരക്ക് ലോറിയിലെ കൂടിയിട്ട് മ്യാൻമറിന്റെ ഉള്ളിൽ കൂടി പോകും. എന്നിട്ട് തിരിച്ച് എവിടെ വരും? നമ്മളുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. അതിനെ മൾട്ടി മോഡൽ പ്രൊജക്ട് എന്ന് വിളിക്കുന്നത് കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ട്. കലാതൻ എന്താ? കലാതൻ അവിടുത്തെ റിവർ ആണ്. കലാതൻ മ്യാൻമറിലെ റിവർ ആണ്. സോ മ്യാൻമറിലെ മൾട്ടി മോഡൽ പ്രൊജക്ട് ആണ്.
ദെൻ അസിയാനുമായിട്ട്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ഒരു കണക്ടിങ് റോഡ് പോകുന്നുണ്ട്. ഇന്ത്യ മ്യാൻമർ കണക്ടിങ് റോഡ് പോകുന്നുണ്ട്. ദെൻ ഒരു റെയിൽവേ ലിങ്ക് കൂടിയിട്ടുണ്ട്. ഇതിനെ 3 പ്രൊജക്ടുകൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കൾച്ചറൽ കോർപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിൽ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ട്, ഇന്ത്യയുടെ മതമായിരുന്നു, പിന്നീട് അങ്ങടേക്ക് സ്പ്രെഡ് ചെയ്ത ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു. പ്രോബ്ലംസ് എന്താണ്? ഈ റോഹിംഗ്യൻ ഇഷ്യൂസ്. ദെൻ ഞാൻ പറഞ്ഞു മ്യാൻമർ അടക്കമുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോൾഡൻ ട്രയാങ്കിളിന്റെ ഭാഗമാണ്. ഗോൾഡൻ ട്രയാങ്കിൾ. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്പിയം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്നിന്റെ സാന്നിധ്യമുള്ള ഏറ്റവും പ്രധാനമായിട്ട് മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രീസിൽ ഒന്നാണ് മ്യാൻമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മ്യാൻമർ ബോർഡർ ത്രൂ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു ചലഞ്ചസ് ആണ്. ദെൻ വേറെ എന്താണ് പല ചലഞ്ചസ്? റോഹിംഗ്യൻ ഇഷ്യൂസ്, ദെൻ നമ്മളുടെ ഗോൾഡൻ ട്രയാങ്കിൾ. ദെൻ വേറെ എന്താണ് ഇഷ്യൂ? അൺഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്യപ്പെടാത്ത ഇന്ത്യൻ മ്യാൻമർ ബോർഡേഴ്സ്. അതായത് ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും ബോർഡേഴ്സ് കാടുകളാണ്. ഇപ്പൊ നാഗാലാൻഡ് റീജിയൻ ആയി കഴിഞ്ഞാലും അതുമായി മിസോറം റീജിയൻ ആയി കഴിഞ്ഞാലും കാടുകളാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ബോർഡേഴ്സ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ബോർഡേഴ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പറ്റുക? മൈഗ്രേഷൻസ് ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയുടെ എത്തനിക് കമ്മ്യൂണിറ്റീസിലേക്ക് മൈഗ്രേഷൻ വരികയും അവിടെ ആളുകൾ സെറ്റിൽ ചെയ്യുകയും ചെയ്യും. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ എന്ത് ഡിസ്കസ് ചെയ്തേ? ഇന്ത്യ മ്യാൻമർ റിലേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തേ. ഇപ്പൊ കറന്റ് എന്താ മ്യാൻമറിലെ അവസ്ഥ? 2021 മുതൽ ഒരു മിലിറ്ററി കൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്താ നടക്കുന്നത്? അവിടെ നാഷണൽ എമർജൻസി ആയിരുന്നു. കഴിഞ്ഞ ദിവസം നാഷണൽ എമർജൻസി എൻഡ് ചെയ്തു. ഇനി ഡെമോക്രസി ഇലക്ഷൻസ് അവിടെ നടത്താൻ പോവുകയാണ്. ഓക്കെ, സോ ഇനി ഒരു പുതിയ സർക്കാർ മ്യാൻമറിൽ അധികാരത്തിൽ വരും. അടുത്ത് തന്നെ മ്യാൻമറിൽ അധികാരത്തിൽ വരും. എത്ര കാലം ആ സർക്കാർ നീണ്ടു നിൽക്കും എന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല. പക്ഷെ നല്ലൊരു സർക്കാർ ചിലപ്പോ മ്യാൻമറിൽ അധികാരത്തിൽ വരും. സോ ഈ സമയത്ത് നമ്മുടെ ഇന്ത്യയും മ്യാൻമറുമായിട്ടുള്ള റിലേഷനുകളിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ട് എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓതർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദ പോളിസി ഷിഫ്റ്റ് ആണ്. എങ്ങനെയാണ് പോളിസി ഷിഫ്റ്റ് ചെയ്യുന്നത്? അതായത് ഡെമോക്രസിയുടെ ക്രെഡൻഷ്യൽസ് നമ്മൾ എന്ത് ചെയ്യണം? ലെവറേജ് ചെയ്യണം. എന്താണ്? ഇന്ത്യ ലാർജസ്റ്റ് ഡെമോക്രസിയാണ്. ആ ഡെമോക്രസി പ്രാക്ടീസസ് നമ്മൾ ആർക്ക് കൊടുക്കാനായിട്ട് പറ്റണം? മ്യാൻമറിന് കൊടുക്കാനായിട്ട് പറ്റണം. സോ ഒരു പൊളിറ്റിക്കൽ റിലേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. എന്തൊക്കെ പറഞ്ഞു? നമ്മൾ 4 ഹെഡുകളിലാണ് ഇത് നോക്കുന്നത്. പൊളിറ്റിക്കൽ റിലേഷൻ. നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശിലെയും പ്രോബ്ലംസിനെ നമ്മൾ അനലൈസ് ചെയ്തത് എങ്ങനെയാണ്? കോർപ്പറേഷനുകൾ എങ്ങനെ അനലൈസ് ചെയ്തേ? പൊളിറ്റിക്കൽ കോർപ്പറേഷൻ. അപ്പൊ ഒന്നാമത്തത് ഡെമോക്രസിയുടെ വാല്യൂസ് നമ്മൾക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റണം. ചൈനീസ് ഡെമോക്രസിയുമായിട്ട് ഇന്ത്യക്ക് വ്യത്യാസമുണ്ട്. തൊട്ടടുത്ത് ചൈന കിടപ്പുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ദ ലാർജസ്റ്റ് ഡെമോക്രസിയാണ് ലോകത്തിലെ. ദെൻ നമ്മൾ എന്താണ്? മെച്യൂർ ഡെമോക്രസി കൂടിയാണ്. സോ ആ ഒരു ട്രെൻഡുകളെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റണം. മ്യാൻമറിന് കൊടുക്കാൻ പറ്റണം. ദെൻ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് എൻഡ് മിലിറ്ററി സപ്പോർട്ട്. അതായത് മ്യാൻമറിലെ മിലിറ്ററി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾക്കും മിലിറ്ററിക്ക് വേണ്ടിയിട്ടും ആയുധങ്ങൾ പേപ്പറിലൂടെയും പേപ്പറിലല്ലാണ്ടും, അതായത് എത്തിക്കലായിട്ടും അൺഎത്തിക്കലായിട്ടും സപ്ലൈ ചെയ്യുന്നതിൽ ഇന്ത്യ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള മിലിറ്റൻസിനെ തടയുന്നതിന് വേണ്ടിയിട്ടും അവിടെയുള്ള വിപ്ലവകാരികളെ തടയുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇങ്ങനെയുള്ള മിലിറ്ററി ട്രേഡുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് നമ്മൾ കയറ്റി അയക്കുന്നത്. എങ്ങടേക്ക്? മ്യാൻമറിലേക്ക്. ഓക്കെ, അത് എത്തിക്കലായിട്ടും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ട്രേഡുകൾ നമ്മൾ അവസാനിപ്പിക്കണം. അതായത് നമ്മളുടെ തോക്ക് കൊണ്ടാകരുത് അവിടെ ഒരു മിലിറ്ററി ഭരിക്കേണ്ടത്. മനസ്സിലായോ? നമുക്ക് ഡെമോക്രസി കൊടുക്കാം, തോക്കുകൾ കൊടുക്കണ്ട എന്നുള്ളതാ പറഞ്ഞു വരുന്നത്. സോ ഡിഫൻസ് കോർപ്പറേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യിക്കണം. എങ്ങനെ? മിലിറ്ററി തോക്കുകൾ കൊടുക്കുകയല്ല, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണമെങ്കിൽ പണിഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടുകൾ കൊടുക്ക്, ബാക്കിയുള്ള സപ്പോർട്ടുകൾ കൊടുക്ക്. അല്ലാണ്ട് ഇവിടുത്തെ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ യുദ്ധം നടത്തേണ്ട കാര്യമില്ല. ദെൻ വേറെ എന്താണ്? ഹ്യൂമനിറ്റേറിയൻ കോറിഡോർസ് ഓപ്പൺ ചെയ്യുക. സോ സോഷ്യോ ആൻഡ് കൾച്ചറൽ റിലേഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പൊളിറ്റിക്കൽ കോർപ്പറേഷൻ. ദെൻ രണ്ടാമത് പറഞ്ഞ കാര്യം ഡിഫൻസ് കോർപ്പറേഷൻ. മൂന്നാമത് പറഞ്ഞത് സോഷ്യോ ആൻഡ് കൾച്ചറൽ കോർപ്പറേഷൻ, ഹ്യൂമനിറ്റേറിയൻ കോറിഡോർസ്. കാരണം
വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ലോകത്തെ ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ ഒന്നൊക്കെ തന്നെയാണ് ഈ മ്യാൻമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്തനിക് കമ്മ്യൂണിറ്റീസ് ആണ്, വിദ്യാഭ്യാസത്തിന്റെ ലഭ്യത കുറവ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾക്ക് ഒരു ബോർഡർ ഫെൻസിങ് പ്ലാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന് ഒരുപാട് മയക്കുമരുന്നും സാധനങ്ങളും സാമഗ്രികളും ഇപ്പോ ആളുകളടക്കം മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബോർഡേഴ്സിനെ ഫെൻസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മ്യാൻമർ ബോർഡേഴ്സിനെ ഫെൻസ് ചെയ്യുന്നു, നമ്മൾ വേലി കെട്ടുകയാണ്. ഓക്കെ, സോ ആ ഒരു പ്ലാൻ റിവോക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ മൂവ്മെന്റ് റിജീം, അതായത് പരസ്പരം മൂവ് ചെയ്യാനായിട്ടുള്ള അവകാശങ്ങൾ രണ്ടുപേർക്കും കൊടുക്കുകയും എയ്ഡ്സ് ഹ്യൂമനിറ്റേറിയൻ എയ്ഡ്സുകൾ നമ്മൾ പ്രവർത്തിക്കുകയൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, എന്ത് വേണ്ടിയിട്ടാണ്? മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സ്ഥലങ്ങളിലേക്ക് മാറണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ഫണ്ട്, മണി ഈസ് എ സ്കേഴ്സ്ഡ് റിസോഴ്സസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമിഗ്രൻസ് ഇന്ത്യയിലേക്ക് താങ്ങാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 150 കോടി ജനങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അത് ഹ്യൂജ് പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ ആസാമിലേക്ക് കുടിയേറിയാലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് കുടിയേറി കഴിഞ്ഞാലും ഇവരെ നോക്കേണ്ട ഉത്തരവാദിത്വം അവസാനം ആരുടെ തലയിൽ വരും? സ്റ്റേറ്റിന്റെ തലയിലേക്ക് വരും. അത് ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൈഗ്രേഷൻ ട്രീറ്റിയോ അല്ലെങ്കിൽ റെഫ്യൂജി പോളിസിയോ ഒന്നും നമ്മൾ പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം. നമ്മളൊരു മെച്യൂർ ഡെമോക്രസിയാണ്. പക്ഷേ പണം എല്ലാവർക്കും, ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം പണം ഏറ്റവും സ്കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. സോ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ദെൻ അസൈലം സീക്കേഴ്സിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ആട്ടിയകറ്റരുത്. ഓക്കെ, അസൈലം സീക്കേഴ്സിനെ ഒന്നും ആട്ടിയകറ്റരുത്. കാരണം അവിടുന്ന് താമസിക്കാനായിട്ട് സൗകര്യം ഇല്ലാണ്ടാണ് ഇങ്ങടേക്ക് വരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു നാട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് ഓടിപ്പോകുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്, കയ്യിലൊരു ബാഗും അല്ലെങ്കിൽ കിട്ടിയ സാധനങ്ങളും എടുത്തിട്ട്. അങ്ങനെ വരുന്നവരെ, ഏറ്റവും ദയനീയ അവസ്ഥയിൽ വരുന്നവരെ ഇന്ത്യ പിന്തള്ളരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനൊക്കെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം നമുക്ക്. പക്ഷേ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അപ്പോൾ നമ്മൾ ഡോക്ടറായി ഇതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഡോക്ടറിന്റെ പ്രോബ്ലംസിന് നമ്മൾ സൊല്യൂഷൻസ് കൊടുത്തു, അല്ലെങ്കിൽ മരുന്ന് എഴുതി കൊടുത്തു. എന്തൊക്കെ മരുന്നാണ് നമ്മൾ എഴുതിയത്? പൊളിറ്റിക്കൽ കോർപ്പറേഷനിലുള്ള മരുന്ന് എഴുതി നമ്മൾ. ദെൻ രണ്ടാമത്തെ മരുന്ന് എന്താ എഴുതിയത്? രണ്ടാമത്തെ കോർപ്പറേഷൻ എന്തായിരുന്നു? മിലിറ്ററി അല്ലെങ്കിൽ ഡിഫൻസ് കോർപ്പറേഷൻ. ദെൻ സോഷ്യോ ആൻഡ് കൾച്ചറൽ കോർപ്പറേഷൻ. ദെൻ എന്താണ്? മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഈ എല്ലാ മേഖലയിലുമാണ്, ഈ 4 മേഖലയാണ് ഇന്നത്തെ ന്യൂസിൽ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞ പോലെ മ്യാൻമറിനെ കുറിച്ച് പറയാത്തത് എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പച്ച സ്ലൈഡാണ്, ഓർക്കുന്നുണ്ടോ? ഞാൻ അതിന്റെ കളർ വരെ ഓർക്കുന്നുണ്ട്. സ്ലൈഡിന്റെ പച്ച കളർ സ്ലൈഡ് ആയിരുന്നു. കലാതൻ മൾട്ടി മോഡൽ പ്രൊജക്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോയിലേക്ക് പോവുക. ദെൻ അതിന്റെ സ്ലൈഡ്സ് കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ദിവസം നമുക്ക് എന്തായാലും വീണ്ടും കാണാം.